രണ്ടാം ദിവസം നാം ആരംഭിച്ചത് മത്തായി 24:6-7 യുദ്ധങ്ങളെക്കുറിച്ചും യുദ്ധശ്രുതികളെയും കുറിച്ച്. ചെമ്പൂരും വെള്ളറുടെയും കേൾക്കും, ചഞ്ചലപ്പെട്ടു പോകരുത്, അത് സംഭവിക്കാനുള്ളത് തന്നെ. ജാതി ജാതിയോടും രാജ്യം രാജ്യത്തോടും എതിർക്കും, ക്ഷാമവും ഭൂകമ്പവും അവിടെ ഉണ്ടാകും. അതിനോടനുബന്ധിച്ച് ഏകദേശം 34 മാസമായി റഷ്യ ഉക്രൈനെ ആക്രമിക്കുന്നു. ഇത് അവസാന പരിസമാപ്തി. ഇസ്രയേലിലേക്ക് വചനം എസെക്കിയേൽ 39:1-2 നീയോ മനുഷ്യപുത്ര, ഗോഗിനെക്കുറിച്ച് വിളിച്ചു പറയേണ്ടത് രോഷ്, മേശക്, ടൂബൽ എന്നിവയുടെ പ്രഭുവായ ഗോഗെ, ഞാൻ നിനക്ക് വിരോധം. ഞാൻ നിന്നെ താടിയലിൽ ചൂണ്ടൽ കുളത്തി 6 ശേഷിപ്പിച്ച് വടക്കേറ്റത്തെന്ന് പുറപ്പെടുവിച്ച് ഇസ്രായേൽ പർവ്വത നിരകളിലെത്തും. അതായി റഷ്യ ഉക്രൈൻ. ലോകം 2 ചേരിയിൽ. എസെക്കിയേൽ 38:5-6 റഷ്യയോടുകൂടെ പരിചയം തലക്കോരികയും ധരിച്ച പാർസികൾ, അഫ്ഗാൻ, ഇറാൻ, കൂശർ, എത്യോപ്യ, പൂത്യർ, ലിബിയ, ഗോമേർ, യൂറോപ്യൻ യൂണിയൻ എന്ന ഒരു രാജ്യം, അതുപോലെ തുർക്കിയിലെ തൊയ്ബർദോഗൻ, 57 ഇസ്ലാമിക രാജ്യങ്ങളും കാറ്റലിവൻ രാജ്യങ്ങളും കൂടും. അപ്പോൾ ഇസ്രയേലിനോട് ആര്? എസെക്കിയേൽ 38:13 നിന്നോടൊപ്പം ശബയും ദദാനും, ഇന്നത്തെ യമൻ, ഏഡൻ രാജ്യം, തർശീസ് വർത്തകങ്ങൾ, 5 ഇംഗ്ലീഷ് ഭാഷ സംസാരിക്കുന്ന രാഷ്ട്രങ്ങൾ. അതിൽ ബ്രിട്ടനുണ്ട്, കാനഡയുണ്ട്, ഫ്രാൻസുണ്ട്, ഓസ്ട്രേലിയ ഉണ്ട്, അമേരിക്ക. ബാലസിംഹങ്ങൾ അതാ ഇന്ത്യയും തൈവാനും കൊറിയ, ജപ്പാനും, ഈ രാജ്യങ്ങൾ ഇന്ന് ഇസ്രയേലിനോടൊപ്പം. നീ കവർച്ചയിടുവാനോ കൊള്ളയിടുവാനോ മേൽത്തരമായ കന്നുകാലികളെയും അതുപോലെ തന്നെ സമ്പത്തും മോഷ്ടിപ്പാനോ റഷ്യ ഇസ്രയേലിനെ ആക്രമിക്കും. സാമ്പത്തികമായി തകരുന്ന റഷ്യ. 1 എണ്ണ. ഇന്നലെ ആവർത്തനം 33:24 ആസ്പദമായി ആഷേറിനെ കുറിച്ച് സ്വർഗം പറഞ്ഞത്, മക്കളെ അപ്പൻ അനുഗ്രഹിക്കുമ്പോൾ ആഷേർ പുത്രസമ്പത്തിൽ അനുഗ്രഹിക്കപ്പെട്ടവൻ അവൻ്റെ കാലെണ്ണയിൽ മുങ്ങട്ടെ. നാച്ചുറൽ ഗ്യാസ് ലോകത്തിൽ ഏറ്റവും കൂടുതലുള്ളത് ദിമോണ അഥവാ ഇസ്രയേലിൻ്റെ ഡിസ്ട്രിക്റ്റ്. അത് കഴിഞ്ഞിട്ട് ധാതുലവണം. ലോത്തിൻ്റെ കാലത്ത് തീ ഇറങ്ങിയ ചാവുകടലിനകത്ത് ഇന്നത്തെ ധാതുലവണം. ഇതിനു വേണ്ടി റഷ്യ ഇസ്രയേലിനെ ആക്രമിക്കും. 2 സൈഡിൽ ഇത് നടക്കുമ്പോൾ ഇന്നലെ രാത്രി വായിച്ചു കേട്ടു, ഏറിയ നാൾ കഴിഞ്ഞ് നീ സന്ദർശിക്കപ്പെടും. റഷ്യയെ നീ അവർക്ക് മേധാവിയാവും. 6 നേതാക്കൾ ഇവിടെ കൊല്ലപ്പെട്ടു. ഇറാൻ്റെ ഇബ്രാഹിം റൈസി, കസീം സുലൈമാനി, മൊഹസീൻ ഫക്ർ സാദ, അതുപോലെ ഹമാസിൻ്റെ 2 പ്രമുഖ ലീഡർ ഇസ്മായിൽ ഹനിയ, യാഹിയ സിൻവർ, ലെബനോനിലെ ഹിസ്ബുള്ളയുടെ നേതാവ് ഹസൻ നസറുള്ള. ഈ 6 പേർ മരിച്ചപ്പോൾ ഇന്നത്തെ അറബ് ലീഗ് പറയുന്നു, റഷ്യ നമുക്ക് മേധാവിയായി നിൽക്കണം. ഇനി രക്ഷ. എസെക്കിയേൽ 38:8 നീ അവർക്ക് മേധാവിയായി തീരും. ഏറിയ നാൾ കഴിഞ്ഞ് നീ സന്ദർശിക്കപ്പെടും. വാളിനൊഴിഞ്ഞു പോകുന്നതും പല ജാതികളിൽ നിന്ന് ശേഖരിക്കപ്പെട്ടതുമായ ഒരു സ്ഥലത്ത് അവസാനം നാഗർകോവിൽ വണ്ടി വരുന്നത് പോലെ വരും. അതത്രേ നിരന്തരം ശൂന്യമായി കിടന്ന ഇസ്രായേൽ പർവ്വതനിര. ഇന്നലെ രാത്രി വ്യക്തമായി അന്ത്യകാല പ്രവചനം. അതിലൊന്നാമത്തെ വീഴ്ച തുടങ്ങി. അയണ്ടോ യെശയ്യാ പ്രവചനം 31:5 പക്ഷി ചുറ്റിക്കറന്ന് കാക്കുന്നത് പോലെ നിന്നെ ഞാൻ കാക്കും ഇസ്രായേൽ. അതാദ്യമായി കഴിഞ്ഞ ഒക്ടോബർ 7 തകർന്നെങ്കിൽ വരാൻ പോന്നു യെരുശലേമിൻ്റെ വിഷയത്തിൽ ഒരു അന്തിമയുദ്ധം. മത്തായി 23:33-37 ഇന്നലെ കുഞ്ഞ് വായിച്ചു. പ്രവാചകന്മാരെ കൊല്ലുകയും നിന്റെ അടുക്കൽ വന്നവരെ മുഴുവനും നശിപ്പിക്കുവാൻ കരം നീട്ടിയ യെരുശലേമേ, കോഴി തൻ്റെ കുഞ്ഞുങ്ങളെ ചിറകിൽ മറച്ച് കാക്കുന്നത് പോലെ നിന്റെ മക്കളെ മറച്ച് കാക്കാൻ എനിക്ക് മനസ്സായിരുന്നു, നിനക്കോ മനസ്സായിരുന്നില്ല. ഇസ്രായേൽ മുറിവേൽക്കപ്പെടാൻ പോന്നു. അങ്ങനെയെങ്കിൽ ഇവിടെ ഒരു ലോകമഹായുദ്ധം വരും. എസെക്കിയേൽ പ്രവചനം 21, 26, 27 നിലക്കുഞ്ഞ് വായിച്ച് സഹായിച്ചു. യഹോവയായ കർത്താവ് ഇപ്രകാരം അരുളിച്ചെയ്യുന്നു, ഞാൻ മകുടം നീക്കി കിരീടമെടുത്ത് കളഞ്ഞ് താഴ്ന്നതിനെ ഉയർത്തും, ഉയർന്നതിനെ താഴ്ത്തും. മോഡി സാർ, അത് കഴിഞ്ഞിട്ട് പിണറായി വിജയൻ, ഇവരെല്ലാം ഇന്നലെ ബരാക് ഒബാമ, ഋഷി സുനക്, എല്ലാവരെയും ഞാൻ നിങ്ങളെ പരിചയപ്പെടുത്തി. അതൊക്കെ കള്ളിമൂട് കാണുമ്പോൾ വരുന്നു ഒരു ഉന്മൂലനാശം. 1-ാം ലോകമഹായുദ്ധം പറഞ്ഞു. 2 രണ്ടാം ലോകമഹായുദ്ധം. 3 കുഞ്ഞിന്നലെ വായിച്ചു. 3-ാമത്തെ ഉന്മൂലനാശം. അതിൻ്റെ അടിയിൽ ഒരു വാക്യമുണ്ട്, അത് സംഭവിക്കുന്നതിന് മുമ്പ് അവകാശമുള്ളവൻ തൻ്റെ മക്കളെ ചേർക്കാൻ വരും. എത്ര ക്ലിയറായി ഇന്നലെ ബൈബിൾ കൊടുത്തു. അതിനുശേഷം ഒരു ഭാഗം കൂടെ പറഞ്ഞ് ഇന്നലെ രാത്രി അവസാനിപ്പിച്ചു. മത്തായി 7:13-4 അതിനാസ്പദമായി ഇടുക്കുവാതിൽ കൂടെ കടക്കുവിൻ. അത് വളരെ ഇടുങ്ങിയ വാതിലാണ്. നാശത്തിലേക്കുള്ള വാതിൽ വളരെ വഴിയും വിശാലവുമായത്. ഇടുക്കുവാതിൽ കഷ്ടതയുടെയും കണ്ണുനീരിൻ്റെയും കയ്പുകാടിയും കുടിച്ചാൽ അതിൽ കൂടി കടക്കുന്നതിൽ നിത്യജീവൻ പ്രാപിക്കും. മുടിയൻ പുത്രനെ വരച്ചു കാട്ടി മടങ്ങി വരുന്നവനെ മാറോട് ചേർക്കുന്ന നല്ല ഒരു അപ്പച്ചൻ ഉയരത്തിലുണ്ടെന്ന് ഇന്നലെ രാത്രി വരച്ചുകൊണ്ട് അവസാനിക്കുമ്പോൾ ഇന്നലെ രാത്രിയിലെ യോഗം അവസാനിച്ചു. ഒരിക്കൽ കൂടി ഇന്ന് രാത്രിയും കാലം
അതിൻ്റെ അന്ത്യത്തിൽ, യുഗം അതിൻ്റെ പരിസമാപ്തിയിൽ പത്രവാർത്തകളും മീഡിയയും കാണുമ്പോൾ, നിങ്ങളുടെ മൊബൈലുകൾ കാണുമ്പോൾ, ഓരോ ദിനവും ഒരു ഘടികാരത്തിലെ സൂചി ചലിക്കുന്നത് പോലെ അന്ത്യകാല സംഭവങ്ങൾ കണ്ണിന് മുൻപിൽ കാണുമ്പോൾ, അകത്തളത്തിനകത്ത് കൃപ പ്രാപിച്ച ദൈവമക്കൾ മണ്ണാകുന്ന മായ വിട്ട് അനന്തനിത്യയുടെ കവാടങ്ങൾ തുറക്കുമ്പോൾ, എനിക്ക് വേണ്ടി പ്രജലവുമായി എൻ്റെ കാന്തൻ്റെ കാകളധ്വനി മധ്യാകാശത്തിൽ മുഴങ്ങുമെന്ന് വിശ്വസിക്കുന്ന ഈരാലുമൂട്ടിലെ ദൈവ കുഞ്ഞുങ്ങൾ ഇന്ന് രാത്രി സ്വർഗമുഖത്തേക്ക് നോക്കിക്കൊണ്ട് പറയും, ഇത് സംഭവിച്ചു തുടങ്ങുമ്പോൾ ഞങ്ങളുടെ വീണ്ടെടുപ്പ് അടുത്തിരിക്കുന്നത് കൊണ്ട് ഇന്ന് രാത്രി നിവർന്ന് തലകളെ ഉയർത്തുകയും കാത്തിരിക്കുന്ന ദൈവ കുഞ്ഞുങ്ങളെ ചേർക്കുവാൻ 10,000 പേർ സുന്ദരനായി എൻ്റെ കാന്തൻ മധ്യാകാശത്തിൽ വെളിപ്പെടാറായി. കിളിയൂരെ, കള്ളിമൂട്, ഈരാലുമൂട്, നിന്റെ ദൈവത്തെ എതിരേൽപ്പാൻ നീ ഒരുങ്ങിക്കൊള്ളുക. വൈക്കം സക്കറിയ പ്രവചനം 12-ാം അധ്യായം 2-3 വാക്യങ്ങൾ. Everyone open your Bible in this evening. We are studying the prophecy of Zechariah chapter 12. 12-2-3 വാക്യങ്ങൾ. സക്കറിയ പ്രവചനം 12-ാം അധ്യായം 2-3 വാക്യങ്ങൾ. ഞാൻ യെരൂശലേമിനെ ചുറ്റുമുള്ള സകല ജാതികൾക്കും. 4 പ്രവചന ഭാഗങ്ങളായിരിക്കും ഇന്ന് രാത്രി ചിന്തിക്കുന്നത്. 5-ാമത് ഇടവേളയ്ക്ക് ശേഷം ഞാൻ യെരൂശലേമിനെ ചുറ്റുമുള്ള സകല ജാതികൾക്കും ഒരു പരിഭ്രമ പാത്രമാക്കും. ഒരു ക്ലാസ്സിൽ ചെമ്പൂർ CSI സ്കൂളിൽ ഹയർ സെക്കൻഡറി ഇരിക്കുന്ന പോലെ പഠിച്ചുകൊണ്ട് ഇറങ്ങാവൂ. 1 യെരൂശലേം, 2 പരിഭ്രമപാത്രം. അടുത്ത വായിച്ചാട്ട് മോളെ. യെരൂശലേമിന്റെ നിരോധനത്തിങ്കൽ ഇസ്രായേൽ നിലവിളിക്കും. പശ്ചിമേശ മുഴുവൻ ഒരു നിരോധനം വരാൻ പോകുന്നു. അടുത്ത വാക്ക്, അത് യഹൂദയ്ക്കും വരും. പശ്ചിമേശ മുഴുവൻ കര ഇസ്രായേൽ രാഷ്ട്രത്തിന്റെ നിലവിളി. അടുത്തത്, അന്നാളിൽ ഞാൻ യെരൂശലേമിനെ സകല ജാതികൾക്കും ഭാരമുള്ള കല്ല്. അതാ 3-ാമത്തെ പ്രഭാഷണം. തത്തളിപ്പൻ കല്ലെന്ന് തമിഴ്നാട്ടുകാർ പറയും. ഭാരമുള്ള ഒരു കല്ലാക്കി വെക്കും. അടുത്തത്, അതിനെ ചുമക്കുന്നവരൊക്കെയും. ഈ വിഷയത്തിൽ ആരൊക്കെ കൈവെക്കുന്നോ അവരെല്ലാം കഠിനമായി മുറിവേൽക്കും. അതാ ഇന്ന് രാത്രിയിലെ പ്രസംഗം. അടുത്ത് കഴിയുമ്പോൾ ഭൂമിയിലെ സകല ജാതികളും, ഇന്ത്യ മുതൽ അമേരിക്ക വരെ ഉള്ളവരെല്ലാം ഇപ്പൊ ഇസ്രായേലിനോട് ചായ കുടിക്കുന്നവരെല്ലാം മാറുമെന്ന്. സകല ജാതികളും അതിന് വിരോധമായി കൂടി വരും. യെരൂശലേമിന് വിരോധമായി കൂടി വരും. 5 പ്രഭാഷണമാണ്, 5 ഭാഗങ്ങൾ. ചെമ്പൂർ സ്കൂളിൽ അല്ലെങ്കിൽ വെള്ളറടയിൽ UIT കോളേജിൽ ഇരിക്കുന്ന പോലെ ഇന്ന് രാത്രി. 1 ജെറുസലേം, 2 പരിഭ്രമപാത്രം, 3 ഭാരമുള്ള കല്ല്, 4 ജാതികൾ അതിനെതിരെ വിരോധമായി കൂടി വരും, 5 അതിനെ തൊടുന്നവർ കഠിനമായി മുറിവേൽക്കപ്പെടും. അന്ത്യകാലം. എല്ലാ കണ്ണുകളും ഒരു നിമിഷം അടയ്ക്കാം. ലഭിക്കപ്പെട്ട വചനത്തിന് മുമ്പിൽ കർത്താവിൻ്റെ മുമ്പിൽ നമ്മളെ തന്നെ സമർപ്പിക്കാം. നമുക്ക് വലിയ സന്തോഷമൊന്നുമില്ലല്ലോ സോദരം. പെന്തിക്കോസുകാരുടെ സന്തോഷം കോവിഡ് വന്നുകൂടി തീർന്നു. ശോഭൻദാസ് വാസ സോദരം അറിയത്തില്ല. CSIക്കാർക്കും മർത്തോമാക്കാർക്കും പിന്നെ സന്തോഷമുണ്ട്. പെന്തിക്കോസുകാരുടെ സന്തോഷമൊക്കെ പോയി. സോദരം. പ്രിയപ്പെട്ടവർ, കഴിഞ്ഞ രാത്രി ഞങ്ങൾ പ്രാർത്ഥിച്ച് പിരിഞ്ഞപ്പോൾ കർത്തൃദാസൻ ജോസ്വാസോട് ഞാൻ പറഞ്ഞു, ഇന്ന് പകല് സഭയിൽ പ്രാർത്ഥിക്കണം. ഇങ്ങോട്ട് വരുന്ന വഴി കഴക്കൂട്ടത്ത് മഴ, മണ്ഡപത്തിൻ കടവ് പെട്രോൾ പമ്പ് വരെ പെരുമഴ പെയ്തുകൊണ്ടിരിക്കുക. സോദരം. മനസ്സിലാകുന്നവർക്കായി മഹത്വവാനായ ദൈവം ഇന്ന് രാത്രി നമ്മളെ കാത്തു. നമ്മുടെ പ്രാർത്ഥന കേൾക്കുന്നൊരു ദൈവം ഉണ്ടെന്ന് നിങ്ങൾക്ക് മനസ്സിലായതിനായി സ്തോത്രം. അതിനായി കോടാനുകൂടി സ്തോത്രം. ഒരിക്കൽ കൂടി സ്തുതിക്കുമ്പോൾ വീരനെ പോലെ ഇസ്രായേലിൻ്റെ സ്തുതികളിന്മേൽ വസിക്കുന്ന പ്രിയൻ, ചതഞ്ഞ ഓട ഉടയ്ക്കാത്ത നല്ല ദൈവം, പുകയുന്ന തിരിയെ കെടുത്താത്ത നല്ല ദൈവം, ആവശ്യഭാരങ്ങൾ അറിഞ്ഞ് പ്രവർത്തിക്കുവാൻ കരുണാമയനായ ദൈവത്തിൻ്റെ കരം ഇന്ന് രാത്രി. അപ്പോസ്തല പ്രവൃത്തി 1 യേശു പറഞ്ഞു, വാഗ്ദത്തത്തിൻ്റെ ശക്തി പ്രാപിച്ചിട്ട് വേണം പട്ടണം വിട്ടു പോകുവാൻ. 2 പെന്തക്കോസ് പെരുന്നാൾ 120 പേർ സഗീവൻ മാളിക മുറിയിൽ നിന്നപ്പോൾ യോവേലിൻ്റെ പ്രവചനത്തിൻ്റെ നിവൃത്തി പ്രകാരം പരിശുദ്ധ ശക്തി അവരിലേക്ക് ഇറങ്ങി വന്നു. അധ്യായം 3 വരുമ്പോൾ സുന്ദരമെന്ന ദൈവാലയത്തിന്റെ ഗോപുരം, അത് ഇസ്രായേലിന്റെ ദേവാലയം, അമ്മയുടെ ഉദരം മുതൽക്ക് മുടന്തനായ ഒരുവൻ അവിടെ കൊണ്ടുവരുത്. കഴിഞ്ഞ 3.5 വർഷമായി പള്ളിക്കാർ കൊണ്ടിരുന്നതിൽ യേശു ഒരുവൻ സൗഖ്യമാകും. യേശു മരിച്ചു ഉയർത്തെഴുന്നേറ്റ് പോയി. ഇനി അത്ഭുതം നടക്കത്തില്ലെന്ന് വിചാരിച്ചു. പ്രിയപ്പെട്ട ദൈവമക്കളെ, യേശു ഉയർത്തെഴുന്നേറ്റ് പോയി. അപ്പോസ്തലന്മാർ വന്നു. പത്രോസും യോഹന്നാനും 9-ാം മണി നേരം സുന്ദരമെന്ന ദൈവാലയ ഗോപുരത്തിൽ വരുമ്പോൾ ഈ അമ്മയുടെ ഉദരം മുതൽക്ക് മുടന്തനായ ഒരുവൻ അവിടെ ഇരിപ്പുണ്ട്. അവൻ ചോദിച്ചത് രോഗസൗഖ്യമല്ല, എനിക്ക് വല്ലതും തരണേ. ദൈവദാസന്മാർ മുട്ടുമടക്കിയിട്ട് പറഞ്ഞു, കുഞ്ഞെ, ഞങ്ങളുടെ ഈ പൊന്നും വെള്ളിയൊന്നുമില്ല. അവൻ്റെ കരം പിടിച്ചിട്ട് ഇങ്ങനെ ഒരു കാര്യം പറഞ്ഞു, ഞങ്ങളുടെ കയ്യിലൊരു നാമമുണ്ട്, ഉയർത്തെഴുന്നേറ്റ യേശുവിൻ്റെ നാമം. വിശ്വസിക്കുന്ന ദൈവമക്കൾക്ക് ആ കരം കൊടുത്ത് തുടങ്ങിയപ്പോൾ അവൻ്റെ കാലുകൾ ചലിക്കുവാൻ തുടങ്ങി, അവൻ്റെ നരയാണികൾ ചലിക്കുവാൻ തുടങ്ങി, അവൻ്റെ ബ്ലഡിൻ്റെ കൗണ്ടുകൾ മാറുവാൻ തുടങ്ങി. അവൻ തുള്ളി ചാടി എഴുന്നേറ്റതുപോലെ. കൺവെൻഷൻ കൂട്ടങ്ങളുടെ അവസാന രാത്രി, ഇന്ന് രാത്രി വചനം ഇവിടെ പ്രസംഗിക്കുമ്പോൾ ചില മുടന്തായ കാലുകൾ, ചില
കുരുടായ കണ്ണുകൾ, ചില പാപത്തിന്റെ കുഷ്ഠങ്ങൾ ഇന്ന് രാത്രി തകർന്നുകൊണ്ട്, ചില മദ്യപാനികൾ യേശുവിനെ കാണുക ഇന്ന് രാത്രി ജീവിതം തകർന്ന ചില കുഞ്ഞുങ്ങൾ ഈ ദിവസങ്ങൾ അമ്മയുടെ മുതരം മുതൽക്ക് മുടന്തനായ ഒരുവൻ തുള്ളിച്ചാടി ദൈവാലയത്തിൽ കടന്നതുപോലെ ഈ വർഷത്തിന്റെ അവസാന ദിവസങ്ങൾ ചില ജീവിതങ്ങൾ ദൈവസഭയ്ക്കകത്ത് കടന്നു വരുക. മഹാദൈവത്തിന്റെ കരം ഇന്ന് രാത്രി ചലിക്കുന്ന രാത്രിയായി മാറട്ടെ. കരുണാമയനും നിത്യനും നീതിമാനുമായി ഞങ്ങളുടെ ദൈവമേ സ്വർഗ്ഗസ്ഥ പിതാവേ, അനുഗ്രഹിക്കപ്പെട്ട നല്ല രാത്രി വേളയ്ക്കായി ഞങ്ങൾ തിരുമേനിയെ വാഴ്ത്തുന്നു. ഒരു രാത്രി കൂടി ഞങ്ങൾ തിരുപ്പാത പീഠത്തിൽ വരുന്നു. കഴിഞ്ഞ 2 രാത്രി ഞങ്ങളെ അനുഗ്രഹിച്ച നല്ലവനായ കർത്താവ് നിയമത്തിന്റെ പെട്ടകവുമായി രാത്രി ഞങ്ങളുടെ നടുവിലേക്ക് വന്നിട്ടുണ്ടല്ലോ. കൺവെൻഷൻ കൂട്ടങ്ങളുടെ കടശി രാത്രി ഉത്സവത്തിന്റെ മഹാദിനമായി ഒടുക്കത്തെ നാളിൽ എൻ്റെ നാഥൻ ചൊല്ലി ദാഹിക്കുന്ന ഏവന് എൻ്റെ അടുക്കലേക്ക് കടന്നു വരട്ടെ. തിരുവെടുത്ത് ചൊല്ലുന്നത് പോലെ എൻ്റെ അകത്തളങ്ങളിൽ നിന്ന് ഇന്ന് രാത്രി വചനത്തിന്റെ ശക്തി ഇറങ്ങുമ്പോൾ ജീവജല നദിയുടെ ഉറവ പോലെ ഇന്ന് രാത്രി നിത്യതയ്ക്ക് വേണ്ടി കുഞ്ഞുങ്ങൾ കരമുയർത്തുന്ന രാത്രിയാകട്ടെ. അഭിഷേകത്തിന്റെ നദി ഇന്ന് രാത്രി പുറപ്പെടട്ടെ. അത്ഭുത രോഗശാന്തിയുടെ നദി രാത്രി പുറപ്പെടട്ടെ. ഇന്ന് രാത്രി പട്ടണങ്ങളെ പിടിക്കുവാനുള്ള ദൈവ ശക്തി ഈ കൺവെൻഷൻ കൂട്ടങ്ങളുടെ അവസാന രാത്രി വെളിപ്പെടുന്ന രാത്രിയായി മാറട്ടെ. ഒരു മഴ പെയ്തിറങ്ങുമ്പോൾ ചില കുറ്റിച്ചെടികൾ മുളയ്ക്കുന്നത് പോലെ ഈ രാലിമോട് കള്ളിമോടും ഇത് പെയ്തിറങ്ങുമ്പോൾ ചിലരുടെ പേരുകൾ ജീവന്റെ പുസ്തകത്തിൽ രേഖപ്പെടുത്തുവാൻ നാളുകൾ കഴിഞ്ഞതിന്റെ റിസൾട്ട് ഇവിടെ പൊട്ടി മുളയ്ക്കുക. ഞങ്ങൾ അപ്പച്ചനോട് പ്രാർത്ഥിക്കുന്നു, പ്രിയ പിതാവേ, ഒരു കാര്യത്തിന്റെ ആരംഭത്തെക്കാൾ അവസാനം നല്ലതെങ്കിൽ ഈ രാത്രി നിത്യതയുടെ വചനം കേട്ട് കാട്ടത്തിലൂടെ പുറത്തിരുന്ന സക്കായി രക്ഷ പ്രാപിച്ചതുപോലെ പുഴവക്കത്തിരുന്ന ലുദിയുടെ ഹൃദയം തുറന്നതുപോലെ ഇന്ന് രാത്രി തകർക്കപ്പെട്ട ജീവിതങ്ങൾ കാന്തന് വേണ്ടി കരമുയർത്തുന്ന രാത്രിയായി മാറട്ടെ. എല്ലാ അന്ധകാര ശക്തികളും ദേശത്ത് വ്യാപരിക്കുന്ന ദൂട്ടണ്ട പോരുകൾ, എല്ലാ മന്ത്രവാദ കെട്ടുകൾ ഇന്ന് രാത്രി സ്വർഗത്തിന് ഭൂമിക്ക് നാഥനായ യേശുവിന്റെ നാമത്തിൽ ഈ രാത്രി അഴിയട്ടെ. ക്രൂശിക്കപ്പെട്ട നാഥനെ ഒരു രാത്രി കൂടി ഞങ്ങൾ ഉയർത്തുന്നു. ശബ്ദം, വെളിച്ചം, പ്രകൃതിയെല്ലാം കാക്കട. ഇന്ന് രാത്രി കല്ലുമൂടും ഈരാലുമൂടും അനുഗ്രഹിക്കപ്പെടട്ടെ. പഠിക്കുന്ന കുഞ്ഞുങ്ങൾ, കൂലിവേലക്കാർ, ഇവിടുത്തെ കച്ചവടക്കാർ, ബിസിനസ്സുകാർ, നാനാജാതി മതസ്ഥരെല്ലാം ഇന്ന് അരുമயான കൺവെൻഷൻ കൂട്ടങ്ങളിൽ എൻ്റെ കർത്താവിന്റെ കൃപയാൽ ഈ ദിവസങ്ങളിൽ മാനിക്കപ്പെടട്ടെ. പച്ച ഒരു രാത്രി കൂടി വചനവുമായി അടിയൻ നിൽക്കുന്നു. വചനത്തിന്റെ പൊരുളുകൾ എത്തിരിക്കണം. പ്രിയ പിതാവേ, ഞങ്ങളുടെ പേരോ ബിരുദം ഒന്നും ഉയരരുത്, നാഥൻ്റെ നാമം മാത്രം ഉയരണം. സഭാമക്കളെല്ലാം ദൈവം കാക്കണം. വന്ന കുഞ്ഞുങ്ങളെല്ലാം അനുഗ്രഹിക്കണം. ശബ്ദം വിളിച്ച് ഞങ്ങളുടെ മക്കൾ വീട്ടിലെത്തുന്നത് വരെ ഒരു മഴയും കാറ്റും വരാതെ നല്ലവനായ ദൈവം കാക്കും. ആദ്യോടെന്ത തിരുസാന്നിധ്യത്തിൽ മറയ്ക്കും. ഞങ്ങളുടെ പ്രാർത്ഥന അപ്പച്ചൻ മാനിച്ചതായി, കുഞ്ഞുങ്ങളെ കരം തൊട്ട് അനുഗ്രഹിച്ചതിനായി, ദേശത്തങ്ങയുടെ വല്ലമ്മ വെളിപ്പെട്ടതിനായി നന്ദി. മകത്വവും പുകഴ്ചയും അങ്ങയ്ക്ക് യേശു ക്രിസ്തുവിൻ ധന്യ നാമത്തിൽ തന്നെ ആമേൻ. കരത്തെ ഉയർത്തി കർത്തർക്ക് മഹിമ കൊടുക്കാം. ശക്തിയോടെ ദൈവത്തെ സ്തുതിച്ചാട്ടെ, ഉണർവോടെ ദൈവത്തെ സ്തുതിച്ചാട്ടെ. അനുഗ്രഹിക്കപ്പെട്ട കൺവെൻഷൻ കൂട്ടങ്ങളുടെ 3ാമത് രാത്രി, അവസാന രാത്രി, എല്ലാവരും വചനത്തിലേക്ക്. ഇന്ന് രാത്രി വായിച്ചത് സക്കറിയ പ്രവചനം. നമ്മുടെ കരങ്ങളിലിരിക്കുന്ന ബൈബിൾ 31,171 വാക്യങ്ങൾ, 39 പഴയ നിയമ ഗ്രന്ഥങ്ങൾ, 27 പുതിയ നിയമ പുസ്തകങ്ങൾ, 66 ഗ്രന്ഥങ്ങളുടെ സമാഹാര ഹോളി ബൈബിൾ, 1189 അധ്യായങ്ങൾ. പഴയ നിയമം ആദ്യ രാത്രി ഞാൻ ആമോസ് എടുത്തപ്പോൾ പറഞ്ഞപ്പോൾ 5 ഭാഗങ്ങളുടെ നിവർത്തിയായി 17 പ്രവചനങ്ങൾ, വരുംകാല സംഭവങ്ങൾ. 3 മേജർ പ്രവചനങ്ങൾ പഴയ നിയമത്തിൽ. എസെക്കിയേൽ പ്രവചനം, യിരെമ്യാ പ്രവചനം, യെശയ്യാ പ്രവചനം, മധ്യപ്രവചനം, മിഡിൽ പ്രവചനങ്ങൾ 4 സെഖര്യാവുണ്ട്, അത് കഴിഞ്ഞ് ഹോശയുണ്ട്, അത് കഴിഞ്ഞ് ദാനിയേലുണ്ട്, അത് കഴിഞ്ഞ് ആമോസിന്റെ പ്രവചനം. തുലോ ചെറിയ പ്രവചനങ്ങൾ, നഹൂം, ഹബക്കൂക്ക്, യോവേൽ, മീക്ക, ഒബദ്യാവ്, യോന, ഇതെല്ലാം ചെറിയ പ്രവചനം. ഇന്ന് രാത്രി കുഞ്ഞു വായിച്ചത് പഴയ നിയമത്തിലെ 38ാമത്തെ പുസ്തകമാണ് സെഖര്യാ പ്രവചനം. 14 അധ്യായങ്ങൾ. ഇദ്ദോ പ്രവാചകന്റെ കൊച്ചുമകനായ സെഖര്യാവിന് വേണ്ടി സ്വർഗം എഴുതി കൊടുത്ത അരുളപ്പാടുകളാണ് സെഖര്യാ പ്രവചനം. 14 അധ്യായങ്ങൾ, 286 വാക്യങ്ങൾ. 10, 11, 12, 13, 14 വാക്യങ്ങൾ അന്ത്യദിനങ്ങൾ. 10ാമത്തെ അധ്യായത്തിലേക്ക് വരുമ്പോൾ സെഖര്യാവിനോട് സ്വർഗം പിന്മഴയുടെ കാലത്തെ യഹോവയോട് മഴയ്ക്ക് വേണ്ടി അപേക്ഷിക്കുക, അവൻ മിന്നൽ പിണർന്നയക്കും. 11ാമത്തെ അധ്യായം ആദ്യ ദിവസം വായിച്ചു. ലെബനോനെ, നിന്റെ ദേവദാരുക്കൾ തകരും, ദുർഗവനം വീണു പോകും, ഇടയന്മാരുടെ മഹത്വം തീരും. സെഖര്യാ 12, 9, 10 യെരൂശലേമിന്റെ നിലവിളി. 13 നിർണായകമായി യെരൂശലേമിന്റെ മക്കൾക്ക് വേണ്ടി ഒരു ഉറവയെ ദൈവം തുറക്കും. ഇന്ന് രാത്രി സെഖര്യാ 14, 4, 5 വരുമ്പോൾ അവൻ്റെ കാൽ ഒലുമലയിൽ ചവിട്ടും. അതോടുകൂടി ഇന്നത്തെ പ്രഭാഷണത്തിൻ്റെ അവസാന ഭാഗം. ഇന്ന് കുഞ്ഞു വായിച്ചത് 12 അന്നാളിൽ ജെറുസലേം ഒരു പരിഭ്രമപാത്രം, 2 ഭാരമുള്ള കല്ല്, 3 ജാതികൾ വിരോധമായി കൂടി വരും, 4 കഠിനമായത് മുറിവേൽക്കപ്പെടുക. കടക്കാം ജെറുസലേം. ഇനിയുള്ള കാര്യം ഒരു കഥ പോകുന്നത് പോലെ,
പോലെ ഒരു ഷോർട്ട് സ്റ്റോറി, നിങ്ങൾ പരീക്ഷയ്ക്കിരിക്കുമ്പോൾ ഒരു എസ്സേ തയ്യാറാക്കുന്നത് പോലെ വളരെ നിർണായകമായി ബൈബിളിലെ 1-ാമത്തെ പുസ്തകം ഉൽപ്പത്തി. ആദിയിൽ ദൈവം ആകാശം ഭൂമി, ഭൂമി പാഴും ശൂന്യവും, ഇരുൾ ഭൂതലത്തിൽ, വെള്ളത്തിന്മീതെ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് പരിവർത്തിച്ചു. 1, 2 സ്വർഗത്തിലെ ദൈവം മനുഷ്യനെ സൃഷ്ടിക്കുന്നു. ഇറാഖിൻ്റെ വടക്കേറ്റം എത്യോപ്യയിൽ 4 ഘടകം സ്വർഗം, സാദൃശ്യം, സ്വരൂപം, തേജസ്, ബഹുമാനം, അധികാരം, ജീവശ്വാസം. നിലത്തെ പൊടിയിൽ നിന്ന് മനുഷ്യനെ മെനഞ്ഞു, അവരെ വാഴുവാൻ കൊണ്ടുവന്നത് ഏദൻ പൂങ്കാവൻ. അടക്കി വാഴുക, പെറ്റുവരുക, സന്താനപുഷ്ടിയുള്ളവരാകുക, നിത്യം നിത്യം ദൈവത്തെ ആരാധിക്കുക. തോട്ടത്തിൻ്റെ നടുവിൽ നന്മയുടെയും തിന്മയുടെയും ഫലം, അത് ഭക്ഷിക്കുന്ന നാളിൽ നിങ്ങൾ രക്ഷയുടെ തേജസ് നഷ്ടപ്പെടുത്തുക. സർപ്പം ഹവ്വയെ ഉപായത്തിൽ ചതിച്ചു. ദൈവം കൊടുത്ത ആയുസ് 1000 സംവത്സരം. ബൈബിളിലേക്ക് വരുമ്പോൾ 1-ാമത്തെ മനുഷ്യൻ ദൈവത്തിൻ്റെ തേജസ്. അവർക്ക് 2 കുഞ്ഞുങ്ങളുണ്ടായിരുന്നു, കായീനും ഹാബേലും. സ്വന്തം സഹോദരൻ 9 മാസം 9 ദിവസം ഒരമ്മയുടെ ഉദരത്തിൽ വളർന്ന ചേട്ടൻ അനിയനെ വെട്ടിക്കൊല്ലുന്നു. സ്വർഗത്തിൻ്റെ ക്യാമറ, കായീനെ, നിന്റെ സഹോദരനായ ഹാബേൽ എവിടെ? ഞാൻ അവൻ്റെ കാവൽക്കാരനോ? അത് കേട്ടപ്പോൾ സ്വർഗം മറുതലിച്ചു. മനുഷ്യനെ ഉണ്ടാക്കിയത് കൊണ്ട് ദൈവം അനുദപിക്കാൻ തുടങ്ങി. ബൈബിൾ കൂടെ പഠിക്കുന്ന കുഞ്ഞുങ്ങൾ 1000 വർഷം ജീവിച്ചിരുന്ന ഒരു വ്യക്തി പോലും ബൈബിളിനകത്തില്ല. അതിനകത്ത് ആദം മുതൽ 7-ാമനായ ഹാനോക്ക് ഒരുവൻ ഉണ്ടായിരുന്നു. ഉൽപ്പത്തി 5-ലേക്ക് വരുമ്പോൾ അവൻ്റെ ഒരു സന്തതി ഉണ്ടായിരുന്നു, മെഥുശലേഖ്. 969 സംവത്സരം വിശുദ്ധ ബൈബിളിൽ ജീവിച്ചിരുന്ന ഏറ്റവും പ്രായമുള്ള വ്യക്തി. മെഥുശലേഖിൻ്റെ പ്രത്യേകത, അവൻ പരസ്യത്തിൽ പ്രസംഗിച്ചില്ല, വെള്ളരുടെ ട്രാക്ട് കൊടുത്തില്ല. ഹാനോക്ക് ദൈവത്തോട് കൂടെ നടന്നപ്പോൾ തലമുറകളെ ദൈവം അനുഗ്രഹിച്ചു. കരമുയർത്തുന്നവർക്കായി ഇന്ന് രാത്രി ഗ്രൗണ്ടിനകത്ത് അപ്പച്ച അമ്മച്ചി നിങ്ങൾ വചനമെടുത്ത് ദൈവത്തെ ആരാധിക്കുമെങ്കിൽ, കുഞ്ഞുങ്ങൾ മുൻപേ പാടിയതുപോലെ ദൈവം ആർക്കും കടക്കാരനല്ല, തലമുറകളെ മാനിക്കുന്നവനാ സ്വർഗത്തിലെ ദൈവം. മെഥുശലേഖിൻ്റെ സന്തതിയായി ഒരുവൻ ഭൂമിയിലേക്ക് വന്ന് ലാമേക്കിൻ്റെ സന്തതിയായി ഒരുവൻ ഭൂമിയിൽ വന്ന്, അവൻ്റെ പേരാ നോഹ. ഇവൻ നമ്മെ ആശ്വസിപ്പിക്കും. വചനപ്രകാരം ഉൽപ്പത്തി 6 വരുമ്പോൾ പാപം ചെയ്ത മനുഷ്യൻ ദൈവത്തിൻ്റെ തേജസ് വീണ്ടും നഷ്ടപ്പെടുത്തുന്നു. ദൈവത്തിൻ്റെ പുത്രന്മാർ ലോകത്തിൻ്റെ പുത്രിമാരെ തിരഞ്ഞെടുക്കുന്നു. ഉൽപ്പത്തി തുടങ്ങുമ്പോൾ 1000 ആണ്ട് ആയുസങ്ങ് വെട്ടി. നാടൻ ഭാഷയിൽ ചെമ്പൂരിലെ റോസമാമ ബ്ലൗസിൻ്റെ കൈ വെട്ടുന്നത് പോലെ ദൈവത്തിൻ്റെ പുത്രന്മാർ ലോകത്തിൻ്റെ പുത്രിമാരെ തിരഞ്ഞെടുത്തപ്പോൾ ദൈവം ആയുസിനെ 120 സംവത്സരമാക്കി. അവൻ ജഡമല്ലോ, അവനിൽ സദാകാലവും ജഡത്തിൻ്റെ ആത്മാവ്. ആ സമയത്ത് നോഹയോട് പറഞ്ഞു, ദൈവത്തിൻ്റെ പുത്രന്മാർ ഇത് തിരഞ്ഞെടുത്തപ്പോൾ നോഹയോട് പറഞ്ഞു പ്രസംഗം നടത്തുക. നോഹയോട് ദൈവം 1-ാമതൊരു കാര്യം പറഞ്ഞു, പെട്ടകം. സ്വർഗ സ്ട്രക്ചർ കൊടുത്തു. 7 അടിസ്ഥാന ഉപദേശങ്ങൾ. 1 ഗോഫേർ മരം, 2 300 നീളം, 3 80 വീതി, 4 30 ഉയരം, 5 3 തട്ടുകൾ, 6 സൈഡ് വാതിൽ, 7 കിളിവാതിൽ. നോഹ പെട്ടകത്തിൻ്റെ പണി തുടങ്ങി സൗണ്ട് സിസ്റ്റം എല്ലാം മേടിച്ചു. പടപട എല്ലായിടത്തും ചെന്ന് പറഞ്ഞു, പെരുമഴ വരാറായി, യെല്ലോയും മാങ്കോയും റെഡും ഒക്കെ വരാറായി. നാട്ടുകാർ പറഞ്ഞ് ഈ വല്യപ്പൻ എന്തോ കുഴപ്പമെന്ന്. സ്വോത്രം. നോഹ ഇങ്ങനെ പ്രസംഗിച്ച സകല സ്ഥലത്തും വെള്ളയുടെയും ചെമ്പൂരും കാരക്കോണവും പാറശാലയും കളിക്കാവിളയും കള്ളിക്കാടും എല്ലാം ട്രാക്റ്റും എല്ലാം കൊടുത്തു കഴിഞ്ഞു. സ്വർഗം പറഞ്ഞു, ആമ്പിളിപ്പേരെല്ലാം ഓഫ് ചെയ്ത് എവിടെ കയറിയേക്കാൻ? പെട്ടകത്തിനകത്ത് കയറിയേക്കാൻ. സ്വോത്രം. ബാക്കി നിങ്ങൾ കേൾക്കണം. നോഹയും കുഞ്ഞുങ്ങളും 8 പേരായ പെട്ടകത്തിനകത്ത് കയറിയത് സ്നാനത്തിൻ്റെ മുൻകറി. മനസ്സിലാകുന്നവർക്കായി ദൈവത്തെ വാഴ്ത്തുന്നു. എടുത്ത് മുൻപോട്ട് പോകാൻ സമയമില്ലാത്തത് കൊണ്ട് പരിമിതമായ വാക്കുകൾ കൊണ്ട് വചനത്തിൻ്റെ ധ്വനി കേട്ട് നിത്യതയ്ക്ക് വേണ്ടി കാത്തിരിക്കുവാൻ ഈ പ്രഭാഷണം ഉതകട്ടെ. നോഹയ പെട്ടകം പടിഞ്ഞത്, സ്ട്രക്ചറെല്ലാം കൊടുത്ത് സ്വർഗത്തിലെ ദൈവമാ. പെയിന്റ് അടിക്കുന്നവൻ പോലും അകത്ത് കയറിയില്ല. മനസ്സിലാകുന്നവർക്കായി സ്വോത്രം. പക്ഷേ പെട്ടകത്തിൻ്റെ കുറ്റി ആരായിട്ടത്? നോഹയല്ല ഇട്ടത്, സ്വർഗത്തിലെ ദൈവം. എന്താ ഇന്നത്തെ കാലം മോശമല്ല? ഇന്നലെ ഞാൻ CC ക്യാമറയുടെ കാര്യം പറഞ്ഞ പോലെ ഈ നോഹ പെട്ടകത്തിൻ്റെ കുറ്റി ഇട്ടപ്പെടാ യെല്ലോയും മാങ്കോയും പൈനാപ്പിളും. അപ്പോൾ ആൾക്കാർക്ക് പിടികിട്ടി, എടാ കുഞ്ഞെ ഉപദേശി പറഞ്ഞത് ശരിയാ, പോയി തട്ടി വിളിക്കാം. ഞങ്ങൾ മാറി നിന്നാലും ഞങ്ങളുടെ ഭാര്യമാർ CC ക്യാമറ നോക്കിക്കൊണ്ട് പറയും, ബാലരാമപുരത്ത് നല്ല വസ്ത്രവ്യാപാരിയാണ് വരുന്നത്, കമ്മിറ്റിയും ഡീക്കനും കാണത്തില്ല, അച്ചായൻ കവർ മേടിച്ച് തുറക്കാൻ. മനസ്സിലാകുന്നവർക്കായി ഞാൻ ദൈവത്തെ വാഴ്ത്തുന്നു. അതുകൊണ്ടാണ് സ്വർഗം കുറ്റിയിട്ടത്. ഇന്ന് രാത്രി ദൈവം ഒരു കുറ്റിയിട്ടാൽ പിന്നെ അതാർക്കും തുറക്കാൻ കഴിയത്തില്ല. അതിനോടൊപ്പം തന്നെ ഇന്ന് രാത്രി മറ്റൊരു വാക്കൂടെ, ദൈവം നിനക്കൊരു വഴി തുറന്നാൽ കോട്ടൂരിലെ മന്ത്രവാദിക്കും അത് അടയ്ക്കാൻ കഴിയത്തില്ല. മനസ്സിലാകുന്നവർക്കായി ഞാൻ ദൈവത്തെ വാഴ്ത്തുന്നു. സ്തോത്രം. അതുകൊണ്ട് ആ കുഞ്ഞിൽ കാടന് അവനൊരു വാതിൽ തുറന്നാൽ പെട്ടകം പതിയെ നീങ്ങി. അന്ന് ആകാശത്ത് നിന്ന് പെരുമഴ, ആദ്യത്തെ സുനാമിയും ആകാശത്തിൻ്റെ ഭണ്ഡാരഗ്രഹങ്ങൾ സമുദ്രത്തിൻ്റെ അടിയുമിറങ്ങി. 2004 സുനാമി, നോഹയുടെ കാലത്ത് സുനാമി. പെട്ടകം ഇങ്ങനെ ഒലയാനും ഇടയാനും തുടങ്ങി. ഉടനെ അമ്മാമ്മ പറഞ്ഞു, മിക്കവാറും നമ്മൾ പൂവാറിൽ നിന്ന് മസ്കറ്റ് ചെന്ന് തീരുമെന്ന്. സ്വോത്രം. പെട്ടകത്തിനകത്തും ചെറിയ കലകമുണ്ടായിരുന്നു. സ്വോത്രം. അപ്പം നോഹ പറഞ്ഞൊരു കാര്യമുണ്ട്. അമ്മാമ്മയോട് പറഞ്ഞു, സിസ്റ്ററെ വിഷമിക്കാതിരിക്കുക, ഇത് അടിസ്ഥാനമിട്ടത് സ്വർഗത്തിലെ ദൈവമാണ്. അതുകൊണ്ട് അല്പം കുലുങ്ങിയാലും അല്പം കറങ്ങിയാലും അടിസ്ഥാനമിട്ടവൻ ഇതിനെപ്പറ്റി ഒരു പദ്ധതി ഉണ്ടെങ്കിൽ തക്ക സമയത്ത് അതിനെ ഉറപ്പിക്കും. മനസ്സിലാകുന്നവർക്കായി ദൈവത്തെ വാഴ്ത്തുന്നു. സ്തോത്രം.
ഇന്ന് രാത്രി 40 രാവും 40 പകലും മഴ പെയ്തു. മഴ പെയ്തതിന് ശേഷം വെള്ളമിറങ്ങി. ആദ്യം മലങ്കാക്കി വിട്ടു. കാക്ക വന്നു പോയി നിന്ന് എവിടെയോ ചില്ലകിട്ടപ്പോൾ അവിടെ ഇരുന്നു. രണ്ടാമത് പ്രാവിനെ വിട്ടു. പ്രാവ് പച്ചുല കൊത്തി കൊണ്ടുവന്നു. പ്രാവിൻ്റെ പ്രത്യേകത, അതിനകത്ത് ഗോൾ ബ്ലാഡറില്ല. കാക്ക ഇരിക്കുന്നിടത്തോളം എല്ലായിടത്തും പ്രാവ് ഇരിക്കത്തില്ല. അതുകൊണ്ടാണ് വിശുദ്ധ ബൈബിൾ എൻ്റെ പ്രാവേ എൻ്റെ കാന്തേ. മനസ്സിലാകുന്നവർക്കായി ദൈവത്തെ വാഴ്ത്തുന്നു. സ്തോത്രം. പ്രാവിൻ്റെ വരവ് നിന്ന് പെതിയ പെട്ടകം എവിടെ പോയി? അരാരാത്ത് പർവ്വതത്തിനകത്ത് ഉറച്ചു. കൺവെൻഷൻ കൂട്ടങ്ങളുടെ അവസാന രാത്രി വചനം മനസ്സിലാക്കണം. നിന്റെ ക്രിസ്തീയ ജീവിതമാകുന്ന പെട്ടകത്തിന് നേരെ കൊടുങ്കാറ്റും പെരുങ്കാറ്റും അടിക്കും, ഈശാനുമൂലനും അടിക്കും. വീട്ടിലുള്ളവരും പറയും അക്കരെ എത്തത്തില്ലെന്ന്. എന്നാൽ ഇന്ന് രാത്രി കരമുയർത്തി പറയണം, അടിസ്ഥാനമിട്ടത് സ്വർഗത്തിലെ ദൈവമെങ്കിൽ ചെമ്പൂരിലൊന്ന് കറങ്ങിയാലും കള്ളിമൂടിലൊന്ന് കുലുങ്ങിയാലും ഈ രാജ്മൂട്ടിലൊന്ന് താന്നാലും നിന്നെ ഉറപ്പിക്കുവാൻ നോഹയുടെ പെട്ടകത്തിനകത്തൊരു കരമിറങ്ങിയെങ്കിൽ വിശ്വസിക്കുന്ന ദൈവമക്കൾക്കായി ഇന്ന് രാത്രി ഞാൻ എൻ്റെ ദൈവത്തെ വാഴ്ത്തുന്നു. ഇന്ന് രാത്രി നീ തകരരുത്, നീ പതറരുത്. അല്പജീവിതത്തിനകത്ത് പ്രതികൂലം അടിച്ചാലും പ്രതിസന്ധികൾ അടിച്ചാലും കൊടുങ്കാറ്റുകൾ നിന്റെ തീരത്തേക്ക് അടിച്ചു വന്നാലും നിന്റെ പടക് തകരുമെന്ന് വീട്ടിനുള്ളവർ പറഞ്ഞാൽ ഇന്ന് രാത്രി കരമുയർത്തി പറയണം, അടിസ്ഥാനമിട്ടത് ദൈവത്തിന്റെ ഉപദേശപ്രകാരമെങ്കിൽ അതിനെ ആരാരാത്തിനകത്ത് ഉറപ്പിക്കുക. ഇന്ന് രാത്രി ഞാൻ ആരാധിക്കുന്ന ദൈവം വിശ്വസന. അതാ പഴയ നിയമത്തിന്റെ ഉപദേശം പുതിയ നിയമത്തിലേക്ക് വരുമ്പോൾ 7 അടിസ്ഥാനം: രക്ഷയും മാനസാന്തരവും സ്നാനവും വേർപാടും വിശുദ്ധിയും തിരുമേശയും കർത്താവിന്റെ വരവ് ഒരു പ്രാർത്ഥനാ ജീവിതം നയിച്ചവർ ഇവിടെ അലയാനല്ല, അവരെ നിത്യ വീട്ടിനകത്ത് എത്തിക്കുക. എന്റെ കാന്തൻ മടങ്ങി വരാറായി. അടിസ്ഥാനമുള്ളത് ദൈവമിട്ടതെങ്കിൽ അതിനെ തകർക്കുന്നവനല്ല ദൈവം, അതിനെ ഉറപ്പിക്കുന്നവനാ ദൈവം. അതുകൊണ്ട് ഇന്ന് രാത്രി അല്പം ഒന്ന് കറങ്ങിയാലും അല്പം ഒന്ന് കുലുങ്ങിയാലും പെട്ടകത്തേച്ച് വെള്ളം കയറിയാലും ഇച്ചിരി കശപിശ ഉണ്ടായാലും കാത്തിരുന്നാൽ മതി. ഉറപ്പിക്കുന്നവൻ നിന്നെ തക്ക സമയത്ത് അരാരാത്തിനകത്ത് ഉറപ്പിക്കും. മനസ്സിലാകുന്നവർക്കായി ദൈവത്തെ വാഴ്ത്തുന്നു. ആ പെട്ടകം കുറച്ച് നല്ല കാര്യം പറഞ്ഞ് ആറാട്ടുകുഴിക്ക് അപ്പുറം പോകുമ്പോൾ നമ്മുടെ കളിയിൽ പോകുന്നൊരു സ്ഥലമുണ്ട്, നട്ട. അവിടെയാണ് ഈ പെട്ടകം കുറച്ചത്. പെട്ടകം കുറച്ചതിന് ശേഷം നോക പിന്നെ ആമ്പിളിപ്പയർ സൗണ്ടും എല്ലാം അങ്ങ് വിറ്റ് കാശ് മേടിച്ചു. സ്വത്രം. പിന്നെ നല്ലൊരു കൃഷി തുടങ്ങി, മുന്തിരി കൃഷി. മനസ്സിലാക്കണം, ഇപ്പം ആദ്യമൊക്കെ വെള്ളറുടെ കാട്ടാക്കടക്കാരാണ്. അപ്പം ബാംഗ്ലൂരുകാരോ വന്നിട്ട് പറഞ്ഞു, അച്ചായ ഇവിടെ ഇങ്ങനെ കൊടുത്തിട്ട് കാര്യമില്ല, പിന്നെ ഞങ്ങൾക്ക് പെട്ടിക്കണക്കിന് തരുവാന്ന് കണ്ടെയ്നറിൽ കൊണ്ടുപോകോളാന്ന്. സ്വോത്രം. ഈ വണ്ടി പോലെ. അപ്പോൾ അന്നത്തെ ഓൺലൈൻ പേയ്മെൻറ്റും ആയിരുന്നു. വെള്ളടക്കാരും കാട്ടാക്കടക്കാരും പേശിക്കൊണ്ടിരിക്കുക 15 രൂപ 20 രൂപ. സ്വോത്രം. ബാംഗ്ലൂരുകാർ കള്ളുണ്ടാക്കുന്നവരെല്ലാം കൂടെ എന്ത് ചെയ്തു? നല്ല കാശ് നോഹയ്ക്ക് കൊടുത്തു. സ്വോത്രം. ഇപ്പോൾ ഓൺലൈൻ പേയ്മെൻറ്റായി, നട്ടയിലെല്ലാം നല്ല മുന്തിരിത്തോട്ടായി. അങ്ങനെ ഇരുന്ന് 6 മാസമായപ്പോൾ നമ്മുടെ പാസ്റ്റർമാർ ഭവനം വിസിറ്റ് ചെയ്യാൻ ചെന്നോല് ബാംഗ്ലൂരുകാർ നോഹയെ കാണാൻ വന്ന്, നല്ല മുന്തിരി, ഞങ്ങൾക്ക് ബിവറേജസിൽ നല്ല ലാഭം. ഉടനെ നമ്മൾ ഈ ഉപദേശമാർക്ക് ഗിഫ്റ്റ് കൊടുക്കുന്നതല്ല, ബാംഗ്ലൂരിലെ കള്ളുകടക്കാർ വന്നിട്ട് നോഹയ്ക്ക് എന്ത് ചെയ്തെന്നറിയോ? സാമ്പിൾ ബോട്ടിൽ കൊടുത്ത്. നോഹ പറഞ്ഞു, അയ്യോ ഞാൻ സൂചേട്ടൻ പ്രസംഗിക്കുന്നവനാ, എനിക്ക് വേണ്ട. അപ്പോൾ സ്വോത്രം. ഈ കള്ളുകടക്കാർ പറഞ്ഞാലുണ്ട്, ഇച്ചിരിയൊക്കെ കുടിച്ചാലും കർത്താവ് ക്ഷമിക്കുമെന്ന്. മനസ്സിലാകുന്നവർക്കായി സ്വോത്രം. ഇന്ന് ചില പെന്തിക്കോസിലെ കള്ളന്മാർ ഇത് പറയുന്നുണ്ട്, എൻ്റെ പ്രിയ പിതാവേ ഇവരോട് ക്ഷമിക്കണേ സ്വോത്രേ. അതുകൊണ്ട് അവർ പറഞ്ഞതാ, അച്ചായം കുടിച്ചാൽ വെളുപ്പാകെ യൂറിൻ നല്ലോണം പാസ് ചെയ്യുമെന്ന്. നോഹയും വിചാരിച്ച് സാമ്പിൾ ബോട്ടിലെയോ അരുമയാണ് ഊളിയക്കാരങ്ക മേടയിലൊക്കെ ഇറക്കരുത്. മലയാളത്തിൽ പറഞ്ഞാൽ ചെറിയ അടുത്തു പ്ലെയിനകത്തങ്ങം ദയവേറി പാസ്റ്റർമാർ കള്ളു കുടിക്കരുത്. മനസ്സിലാകുന്നവർക്കായി ദൈവത്തെ വാഴ്ത്തുന്നു. ഇന്ന് അപ്പുറത്തിരിക്കുന്നവൻ്റെ മൊബൈലുണ്ട്, കോട്ടയത്തെ തങ്കപ്പൻ്റെ പടം കണ്ടവർക്കായി ദൈവത്തെ വാഴ്ത്തുന്നു. ആവശ്യമില്ലാതെ പ്ലെയിനകത്തെങ്ങാനും കയറി കുടിക്കരുത്. അതുകൊണ്ട് എന്താ അരുമയാണ് ഊളിയക്കാർക്കിട്ട് എന്താ നാൽക്കളിൽ ഞാൻ പേസുകരുത്. എങ്കയോ എയർ ഹോസ്റ്റസ് വന്നാൽ സാമ്പിൾ പോട്ട് കടച്ചാച്ച് ബാഗിനകത്ത് ഇട്ടിരിക്കണം. ആരും അറിയാതെ എവിടെയെങ്കിലും പോയി കുടിച്ചോ. സ്വോത്രം. ദയവീത് അടുത്തിരിക്കുന്നവരടുത്ത് കുടിക്കരുത്. അതുകൊണ്ട് പാസ്റ്റർക്കാരന്മാരോട് ഇത് തന്നെ പറയുക, പച്ചയ്ക്ക് ഞാൻ പറയുമോ. സ്വോത്രം. ആദ്യം നോക 30 അടിച്ചു, 60 അടിച്ചു, 90 അടിച്ചു. പിന്നെ വെള്ളറുടെ ലവറാച്ചൻ നമ്മുടെ ഇലക്ട്രിക് കമ്പി കെട്ടിപ്പിടിച്ച് കിടക്കുന്നില്ല. പാട്ടില്ല, പ്രാർത്ഥനയില്ല, പാട്ട് ദിവസവും എല്ലാം വിറ്റ് കാശും മേടിച്ചു. സ്വർഗം നോക്കി. എന്താ കുഞ്ഞുങ്ങൾ മടങ്ങി വന്നപ്പോൾ ഒരു ദിവസം ഉച്ചയ്ക്ക് നോഹ എവിടെ കിടക്കുന്നു? വിവസ്ത്രനായി കിടക്കുന്നു. ആരോ തലയിൽ മുണ്ടെടുത്തിട്ടു. കെട്ടുവിട്ടുണർന്ന നോഹ മക്കളെ ശപിച്ചു. കനാൻ ശപിക്കപ്പെട്ടവൻ. സ്വർഗം യാത്രയായി. ഇനി അവൻ നോഹായി തീർന്നു. ദൈവം എടുത്തേക്ക് പോയി. സ്വർഗം യാത്രയെ ആരാ? ആദമ്യ കുടുംബത്തിൽ ഒരു തലമുറ ഉണ്ടായിരുന്നു, ശേത്ത്. വചനം കേൾക്കണം. ശേത്തിൻ്റെ തലമുറ ഇറാഖിനകത്ത് മെസപ്പെട്ടോമിയൽ കൽദയ പട്ടണമായ ഊരിൽ ഉരിയാടാത്ത ദൈവങ്ങളുടെ നടുവിൽ തേജോമയനായ ദൈവം അബ്രഹാമിന്, അവനെ വിഗ്രഹം ഉണ്ടാക്കിക്കൊണ്ടിരുന്ന അബ്രഹാമിനെ വിളിച്ചിട്ട് പറഞ്ഞു, കുഞ്ഞെ എഴുന്നേൽക്കാൻ പറഞ്ഞു. അബ്രഹാമിനോട് പറഞ്ഞു, നിന്നെ അനുഗ്രഹിക്കുന്നവനെ ഞാൻ അനുഗ്രഹിക്കും, നിന്നെ ശപിക്കുന്നവനെ ഞാൻ ശപിക്കും. നിന്നാൽ ഭൂമിയിലെ സകല വംശങ്ങളും അനുഗ്രഹിക്കപ്പെടും. മനസ്സിലാകുന്നവർക്കായി അബ്രഹാമിനോട് ദൈവം പറഞ്ഞു, ശോഭൻദാസ് പാസ്റ്റർ
നിന്നെ അനുഗ്രഹിക്കുന്നവനെ ഞാൻ അനുഗ്രഹിക്കുമെന്ന്. ഇന്ന് ഈ പാസ്റ്റർമാരെന്നും പറഞ്ഞ് ചിലത് കയറിയിട്ടുണ്ട്. ഞാൻ പറഞ്ഞാൽ വീട്, ഞാൻ പറഞ്ഞാൽ ക്യാൻസർ മാറും, ഞാൻ പറഞ്ഞാൽ നിൻ്റെ അനുഗ്രഹവും പോകുന്നു. എവിടെ നിന്ന് കിട്ടിയെന്നറിയത്തില്ല. അവനെ എല്ലാം അടിക്കാൻ കർത്താവ് വടിയെടുക്കുന്നു. മനസ്സിലാകുന്നവർക്കായി ദൈവത്തെ വാഴ്ചുന്നു. ഉൽപ്പത്തിയിൽ പാവപ്പെട്ട അവറാച്ചവനോട് ഇറാഖി ചെന്ന് ദൈവം പറഞ്ഞത്, നിന്നെ അനുഗ്രഹിക്കുന്നവന് ദ ബ്ലെസ്സിംഗ് ഈസ് പ്രൊവൈഡ് ദ ജീസസ്, നിനക്ക് വേണ്ടി സ്വർഗം അനുഗ്രഹം തരും. അതുകൊണ്ട് ഇന്ന് വേലയിൽ ഊഴിയത്തിരിക്കുന്ന കർത്തൃദാസന്മാർ, എൻ്റെ രക്തവും എൻ്റെ സഹോദരങ്ങൾ ഇവിടെ ഇരിക്കുന്നത്, നമ്മളോട് പലർക്കും പിണക്കം കാണും, വിശ്വാസികൾക്കും പിണക്കം കാണും. ജോസ് പാസ്റ്റർ, ശോഭൻ ദാസ് പാസ്റ്റർ, അജിത് പാസ്റ്റർ, സത്യരാജ് പാസ്റ്റർ, സെലിൻ പാസ്റ്റർ, നമ്മൾ അനവധി പേരെ അനുഗ്രഹിക്കുമ്പോൾ സ്വർഗത്തിലെ ദൈവം നമ്മളെ അനുഗ്രഹിക്കും. സ്തോത്രം. നമ്മുടെ കർത്താവ് അനുഗ്രഹത്തിൻ്റെ ദൈവം. ശത്രുക്കളെ സ്നേഹിക്കുവാൻ, നിൻ്റെ അയൽക്കാരനെ സ്നേഹിക്കുവാൻ, രോഗികളെ സ്നേഹിക്കാൻ, അല്ലാതെ അവൻ്റെ അനുഗ്രഹം കട്ട് ചെയ്യാൻ ഒരു ബൈബിളിലുമില്ല. സ്തോത്രം. അവൻ്റെ പേര് അധമദാസൻ. അതുകൊണ്ടാണ് സ്വർഗം പറഞ്ഞ് ഒടുക്കലത്തെ നാള് അവൻ പറയും, ഞാൻ ഹാർവസ്റ്റിലും പവർവിഷനിലും മന്നാ ടി വിയിലും പ്രസംഗിച്ചെന്ന്. സ്വർഗം പറയും, നിന്നെ ഞാൻ കണ്ടിട്ട് പോലും ഇല്ലെന്ന്. സ്തോത്രം. പുറത്തെ ഇരുട്ടി തള്ളുവാൻ മനസ്സിലാകുന്നവർക്കായി ദൈവത്തെ വാഴ്ത്തുന്നു. ഇങ്ങനെ പോലുള്ള കപടക്കാരെ തിരുവനന്തപുരത്ത് ഇനിയും കയറ്റിയ പാസ്റ്റർമാരെയും ദൈവം കൈകാര്യം ചെയ്യും. സ്തോത്രം. ഇവരെ ഇരുത്തിക്കൊണ്ട് ഞാൻ പറയും, സ്തോത്രം, ഇനി വന്നില്ലേ വേണ്ടിയല്ല. സ്തോത്രം. ഇന്നാളൊരു ദൈവദാസൻ, ഷെലിൻ ജോസ് ഇവിടെ ഇരിക്കുക, ഇന്നാളൊരു ദൈവദാസൻ എന്നോട് പറയാം, നിങ്ങളൊന്നും വന്ന ആൾ കൂടത്തില്ലെന്ന്. സ്തോത്രം. ഞാൻ പറഞ്ഞ എന്നാൽ റിമി ടോമിയും കൂടെ വിളിച്ചു ആൾ കൂടുമെന്ന് പറയും. സ്തോത്രം. ആളെ കൂട്ടാൻ വചനം അറിയാത്തവന്, സത്യവചനം പ്രസംഗിക്കാത്തവന് സ്റ്റേജിനകത്ത് കയറ്റിയാൽ, ഇവിടെ ഇരിക്കുന്ന വെള്ളരുടെ സകല ഭാഷന്മാർ ഇവിടെ ഇരിപ്പുണ്ട്. ദൈവത്തിൻ്റെ ന്യായവിധിയുടെ ദിവസത്തിൽ നിങ്ങൾ കണക്ക് കൊടുക്കേണ്ടി വരും. സ്തോത്രം. ഒന്നേ പ്രസംഗിച്ചോളൂ, നിത്യതയെപ്പറ്റി പ്രസംഗിര്. ഒന്നേ പ്രസംഗിച്ചോളൂ, ദേശത്തിന് വേണ്ടി അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുക. ഈരാലമൂട്ടി എനിക്ക് വളരെ സന്തോഷം. ഈ വസ്തു കച്ചവടം എന്ന് പറഞ്ഞപ്പോഴേ ഞാൻ ഇവിടുന്ന് ശോഭൻ ദാസിനോട് പറഞ്ഞ്, ഇനി യോഗം നടന്നില്ലെങ്കിൽ ഒരു മുറ്റത്ത് കൺവെൻഷനെങ്കിലും നടക്കും. കരം ഉയർത്തുന്നതിനായി ദൈവത്തെ വാഴ്ത്തുന്നു. സ്തോത്രം. വലിയ കൺവെൻഷൻ നടന്നില്ലല്ലോ. സ്തോത്രം. അതിനായി ദൈവത്തെ വാഴ്ത്തുന്നു. അതുകൊണ്ട് ജോസ് പാസ്റ്ററാവട്ടെ, കർത്തൃദാസന്മാരാവട്ടെ, അമ്മമ്മ, അയൽ വീട്ടുകാരാരോ ആവട്ടെ, അനുഗ്രഹിച്ചങ്ങ് പ്രാർത്ഥിച്ചേക്കണം. സ്തോത്രം. അച്ചായ, നിൻ്റെ അയൽ വീട്ടുകാരൻ ആരോ ആകട്ടെ, കർത്താവെ ഞങ്ങളുടെ ദേശത്ത് എല്ലാത്തിനെയും ദൈവം കൂട്ടത്തോടെ അനുഗ്രഹിച്ചാട്ടെ, കുഞ്ഞുങ്ങളെ അനുഗ്രഹിച്ചാട്ടെ. അങ്ങനെ നല്ല മനസ്ഥിതിയോടെ അബ്രഹാമിനെ ദൈവം വിളിച്ചു കൊണ്ടുപോയി. മനസ്സിലാകുന്നവർക്കായി 1800 കിലോമീറ്റർ വാഗ്ദത്ത കനാൽ. അബ്രഹാമിന് ഒരു അമ്മാമ വന്ന് സാറ, വിളി കേൾക്കാത്ത ഒരുവനും ഉണ്ടായിരുന്നു ലോത്ത്. ലോത്തിൻ്റെ കൂടെ ഒരമ്മാമ, ബൈബിളിലും പേരില്ല. അങ്ങനെ അവർ വീതം വെച്ചു. അബ്രഹാമിന് മമ്രയുടെ തോപ്പ്, ലോത്തിന് സോദവും ഗോമറയും കിട്ടി. അങ്ങനെ അവർ നല്ലതുപോലെ മുൻപോട്ട് പോയപ്പോൾ തലമുറകൾ മാറി. അബ്രഹാമിൻ്റെ സന്തതിയായി ഇസഹാക്ക്, ഇസഹാക്കിൻ്റെ സന്തതിയായി 2 പേരുണ്ടായിരുന്നു ഒരമ്മയുടെ ഉദരത്തിൽ. ഒരുവൻ്റെ പേരാണ് യാക്കോബ്, ഞാൻ ഇസ്രയേലിലേക്ക് പോവാ. മറ്റൊരുവൻ ഏശാവ്. അവന്മാർ വയറ്റി വെച്ച് അടിയായിരുന്നു. സ്തോത്രം. അങ്ങനെ ഇരുന്നപ്പോൾ 2 പേരും ഭൂമിയിൽ വന്നു. ഏശാവ് വനശാലി മൃഗവേട്ടക്കാരനുമായിരുന്നു. യാക്കോബ് ഞങ്ങളെപ്പോലുള്ളവനായിരുന്നു. മമ്മിയുടെ ചുരിദാറി ഇങ്ങനെ പിടിച്ച് കറങ്ങുന്നവനായിരുന്നു. വായി. മനസ്സിലാകുന്നവർക്കായി ദൈവത്തിൽ ഒരു ദിവസം 2 പേരും പക്വതയോടെ മുൻപോട്ട് പോയി. ചൂട് 40 ഡിഗ്രി സെൻറ്റിഗ്രേഡായി. അപ്പം ചേട്ടൻ എവിടെ പോയെന്നറിയാമോ? നമ്മുടെ തേക്ക് പാറ. അവൻ എന്തിനു ചെയ്തു? നായാട്ടിൽ പോയിട്ട് വരെ. യാക്കോബ് അവസരം തക്കത്തിൽ ഉപയോഗിച്ചു. നല്ല പയറുപായസവും വെള്ളറുടെ കൊണ്ടുവന്ന് 7up പയറുപായസം തുറന്നു വെച്ചു, 7upൻ്റെ കുപ്പിയും തുറന്നു വെച്ചു. പാവപ്പെട്ട ഏശാവ് വന്നപ്പോൾ പറഞ്ഞു, അനിയ ഇച്ചിരി 7up ഈ പായസവും തരുമെന്ന്. സ്തോത്രം. അതിനുവേണ്ടി ഒരു കാര്യം കൂടെ ചെയ്തായിരുന്നു. സ്തോത്രം. ഇതെല്ലാം തുറന്നു വെച്ച് മണം കൊടുത്തു. യാക്കോബ് ഭയങ്കര മോനായിരുന്നു. പറഞ്ഞൊരു കാര്യമുണ്ട്, ഇതെല്ലാം നിനക്ക് തരാം. നമ്പർ 1 ജ്യേഷ്ഠാവകാശം നീ എനിക്ക് തരണം. കണ്ടോ, ദൈവം കൊടുത്ത അവകാശത്തെ ആര് നഷ്ടപ്പെടുത്തി? ഏശാവ് നഷ്ടപ്പെടുത്തി. നമ്പർ 1. കുറച്ചുകൂടെ കഴിഞ്ഞപ്പോൾ അപ്പച്ചൻ്റെ കണ്ണൊക്കെ മങ്ങി. ഇനി വാസനേർക്കയക്കറി കൊണ്ടുപോയാലൊന്നും രക്ഷയില്ല. സ്തോത്രം. അപ്പോൾ അപ്പച്ചൻ രഹസ്യമായിട്ട് ഏശാവിനെ വിളിച്ചിട്ട് പറഞ്ഞു, മോനെ, എനിക്ക് വിസയും ടിക്കറ്റും ഒക്കെ വരാറായി, എവിടുന്നെങ്കിലും ഇച്ചിരി വേട്ടയിറച്ച് കൊണ്ടുവരണമെന്ന്. AK-47 ഗണപതിക്കല്ലിൽ പോയി. ആര് പോയി? ഏശാവ് പോയി. മമ്മി ഇത് മറിഞ്ഞിരുന്ന് കേട്ടു. യാക്കോബിനോട് പറഞ്ഞടാ കുഞ്ഞ്, എത്രയും പെട്ടെന്ന് ഇമ്മീഡിയറ്റ് നമുക്ക് ഇച്ചിരി ഫാസ്റ്റ് ഫുഡ് തയ്യാറാക്കി പപ്പായ്ക്ക് കൊടുത്താൽ നിനക്ക് അനുഗ്രഹം കിട്ടുമെന്ന്. കേട്ടോ, അമ്മയാ വഴി ഒരുക്കിയത്. അപ്പം യാക്കോബ് ചോദിച്ചു, എന്തോ വേണം? ഒരു മൃഗത്തെ കൊണ്ടുവന്നു. പടപട ഫാസ്റ്റ് ഫുഡ് ഉണ്ടാക്കി. നെയ്യാറ്റിൻകര വിസ്മയല്ല ആദ്യത്തെ ഫാസ്റ്റ് ഫുഡ് ഉണ്ടാക്കിയത്, കാട്ടാക്കട വിസ്മയുമല്ല. താണ്ട കിടക്കുന്നു യാക്കോബും മമ്മിയും കൂടെ ഫാസ്റ്റ് ഫുഡ് ഉണ്ടാക്കി. പിന്നെ അപ്പൻ ഇഷ്ടപ്പെടാൻ ഇന്ന് നമ്മുടെ സഹോദരിമാർ ചെയ്യുന്ന ഇച്ചിരി എസൻസ് കൂടെ കുടഞ്ഞു. മനസ്സിലാകുന്നവർക്കായി ദൈവത്തെ വാഴ്ത്തുന്നു. സ്തോത്രം. എന്തുകൊണ്ട് ചെന്ന് പ്രായം ചെന്ന് അപ്പച്ചൻ്റെ മുമ്പിലോട്ട് പോവുക. ഉടനെ മമ്മി പറഞ്ഞ്, നിൻ്റെ ശബ്ദം തിരിച്ചറിയും. അപ്പോൾ പറഞ്ഞു, യാക്കോബ് പറഞ്ഞു, എന്താ ഉപാധി? ആ ചേട്ടന് ശരീരത്തെയും തോലുണ്ടായിരുന്നു. സ്തോത്രം. അതുകൊണ്ട് രോമക്കുപ്പായം എടുത്തു കൊടുത്തു. നേരെ യാക്കോബ് എവിടെ ചെന്നെന്നറിയാമോ? അപ്പച്ചൻ്റെ അടുത്ത് ചെന്ന് പറഞ്ഞു, പപ്പ നല്ല വേട്ടയിറച്ചി കൊണ്ടുവന്നു. ഇതെവിടുന്ന് കിട്ടിയെന്ന്? ഒന്നാമത്തെ കർത്താവ് തന്നെന്ന്. മനസ്സിലാകുന്നവർക്കായി സ്തോത്രം.
എന്നിട്ട് 2 നീ എൻ്റെ ആദ്യജാതനോ പറഞ്ഞ ആദ്യജാതൻ തന്നെ. അപ്പോൾ പപ്പ ഒന്ന് കൈവച്ച് നോക്കിയോളാം. പ്രൈസ് ദി ലോർഡ്. രോമക്കുപ്പായം അപ്പച്ചൻ കഴിച്ചു, യവനെ അനുഗ്രഹിച്ചു. അപ്പം അമ്മച്ചിക്ക് കാര്യം പിടികിട്ടി. ഏശാവ് തോക്കുവാണ്ട് വരും. യാക്കോബിനോട് പറഞ്ഞൊരു കാര്യമുണ്ട്, നീ സ്ഥലം വിട്ടോണം. അയ്യോ, വെള്ളറട വിട്ടിട്ട് ഒരു സ്ഥലവും അവൻ അറിയത്തില്ല. സ്വോത്രം. മമ്മിയുടെ ചുരിദാറി കയ്യെ പിടിച്ചുകൊണ്ട് നിന്നവനാ. ഗൂഗിൾ മാപ്പ് കൊടുത്ത് എവിടത്തേക്കാണെന്നറിയാമോ? ലാബാൻ്റെ വീട്. മനസ്സിലാകുന്നവർക്കായി ദൈവത്തെ വാഴ്ത്തുന്നു. പനച്ചുമൂടും കഴിഞ്ഞ് മഞ്ഞാലുമൂടി ചെന്ന് അതാ ലൂസിൻ്റെ പട്ടണം. മമ്മി കൊടുത്ത ഒരു ഗ്ലാസ് വെള്ളം ഉണ്ടായിരുന്നു, വടി ഉണ്ടായിരുന്നു. സന്ധ്യയ്ക്ക് ലൂസിൻ്റെ പട്ടണത്തിൽ ചെന്ന് വീട്ടിലോട്ട് വന്നാൽ AK-47 പേടി. ലാബാൻ്റെ വീട്ടിലോട്ട് പോയപ്പോൾ നെറ്റ്വർക്കും ഇല്ല. സ്വോത്രം. ഗൂഗിളും അവിടെ അവസാനിച്ചു. അന്ന് രാത്രി അവൻ അവിടെ കിടന്നു. ഒരു കല്ല് തലയണയായിട്ട് എടുത്തു വെച്ചു. അവൻ്റെ കണ്ണുനീര് തലയിൽ വീണപ്പോൾ, കണ്ണുനീരാ തലയണയായി കല്ലിൽ വീണപ്പോൾ സ്വർഗത്തിൻ്റെ കോവണി അവന് വേണ്ടി ഇറങ്ങി. ഇന്ന് രാത്രി വചനം കേൾക്കുന്നവർക്ക് എല്ലാ വഴികളും അടയും, എല്ലാ വാതിലുകളും അടയും. ആരും നിന്നെ സഹായിക്കാൻ കാണത്തില്ല. സഹോദര ചെറുപ്പക്കാരാ, എന്ന് രാത്രി നിന്റെ പ്രാർത്ഥനാ മുറിക്കകത്ത്, ആ പുൽപ്പാക്കകത്ത് കണ്ണുനീർ ഇറങ്ങുമ്പോൾ അന്ന് രാത്രി സ്വർഗത്തിന്റെ കോവണി നിനക്ക് വേണ്ടി ഇറങ്ങി വരും. ദൂതേറ്റെടുക്കുന്നവർക്ക് പിൻപിൽ ഏശാവ് നിന്റെ മുൻപിൽ കാണും. മുൻപോട്ടുള്ള വഴി നിനക്ക് അറിയാത്തില്ല. പക്ഷേ ഇന്ന് രാത്രി മുട്ടുമടക്കി പ്രാർത്ഥിക്കുവാൻ തയ്യാറുണ്ടെങ്കിൽ കൺവെൻഷൻ കൂട്ടങ്ങളുടെ അവസാന രാത്രി കരമുയർത്തി പറഞ്ഞ അവങ്കലേക്ക് നോക്കിയവർ പ്രകാശിതരായി. ഇന്ന് രാത്രി ലൂസിൽ മാത്രമല്ല, ഈ രാലുമൂട്ടിൽ നിനക്ക് പുതിയ വഴികൾ തുറക്കുക. പുറകോട്ടുള്ള പാതകളെ വിട്ട് മുന്നോട്ട് വിളിച്ചവന്റെ വഴികളിലേക്ക് യാത്ര ചെയ്യുക. യാക്കോബിന്റെ കണ്ണുനീരിനകത്ത് ഒരു കരമറിങ്ങെങ്കിൽ ഇന്ന് രാത്രി വിളിച്ചു പറ, ആ കരം തളർന്ന കരമല്ല അമ്മച്ചേ അച്ചായ. എന്ന് രാത്രി നിന്റെ പുൽപ്പായ്ക്കകത്ത് കണ്ണുനീരിറങ്ങി സ്വർഗത്തിന്റെ കോവണി, സ്വർഗത്തിന്റെ കോവണി ഇറങ്ങി. യാക്കോബ് മുട്ടുമടക്കി. യാക്കോബിനോട് ചോദിച്ചൊരു ചോദ്യമുണ്ട്, എന്തോ വേണം? ഈ യാത്രയിൽ കൂടെ ഇരിക്കണം, ചെല്ലുന്ന സ്ഥലത്ത് നല്ല കാര്യങ്ങളൊക്കെ കിട്ടണം, എന്നിട്ട് എന്നെ പൊന്നുപോലെ വെള്ളവും ആഹാരവും കിട്ടണം. അവസാനം ഒരു കാര്യം പറഞ്ഞു, എൻ്റെ അപ്പൻ്റെ വീട്ടിലേക്ക് മടക്കി അയക്കണമെന്ന്. മനസ്സിലാകുന്നവർക്കായി സ്വോത്രം. ഇതൂടെ കേട്ടോ. ഇവൻ നേരെ റൂട്ട് ഗൂഗിൾ ഇപ്പം ശരിയായി. പടപട GPS വഴി ലാബാൻ്റെ വീട്ടിൽ ചെന്നു. ലാബാൻ്റെ വീട്ടിൽ ചെന്നപ്പോഴേ ലാബാന് പിടികിട്ടി. അരുമയാണ് വാലിബൻ വരുന്നത്. ദൈവദർശനം ഏറ്റവനാ. സ്വോത്രം. അവനെ കണ്ടാലേ അറിയത്തില്ല ഇഞ്ചി ഇന്ന് കുരങ്ങൻ്റെ അടക്കിരിക്കുമല്ല. മനസ്സിലാകുന്നവർക്കായി സ്വോത്രം. പരിശുദ്ധാത്മാവിൽ ആരാധിക്കുന്നവനെ കണ്ടാൽ, അന്യഭാഷയിൽ ആരാധിക്കുന്നവനെ കണ്ടാൽ ആർക്കും പിടികിട്ടിയവർ ദൈവ പൈതല. സ്വോത്രം. ലാബാൻ പറഞ്ഞു, നീ നമ്മുടെ പ്രിയപ്പെട്ടവനല്ലയോ? സ്വോത്രം. ഇവിടെ നിന്നോളാൻ പറഞ്ഞു. അപ്പോൾ ലാബാൻ പറഞ്ഞു, താണ്ട ഇവിടെ നിന്ന് കാര്യങ്ങളെല്ലാം ശരിയാക്കിയാൽ എൻ്റെ നല്ലൊരു മകളുണ്ട്, അവളുടെ പേരാ റാഹേൽ. 7 വർഷം നിൻ്റെ സർവീസ്, പട്ടാളത്തുകാർ പ്രൊമോഷൻ ചെയ്യുന്നില്ല, 7 വർഷം കഴിഞ്ഞാൽ റാഹേലിനെ തരാം. യാക്കോബിൻ്റെ വാട്സപ്പിൽ ഫോട്ടോയും കൊടുത്തു. സ്വോത്രം. അങ്ങനെ ഇപ്പോൾ എന്തായി? യാക്കോബ് ആടുമാടുകളെല്ലാം നോക്കി. ആ സമയത്തായിരുന്നു റബ്ബറിനും വില കുറവായിരുന്നു, ആടുമാടുകൾക്കൊക്കെ വലിയ പ്രശ്നമായിരുന്നു. ആ സമയത്താണ് ഈ ആട്ടിൻ്റെ കളർ വരവും മാറ്റിയത് യാക്കോബ്. 7 വർഷം അവ സേവിച്ചു. ഇപ്പോൾ പാട്ടും പ്രാർത്ഥനയും ദർശനമൊക്കെ പോയി. 7-ാം വർഷമായപ്പം വിവാഹം വന്നു. അവരുടെ അന്നത്തെ കാലത്തെ വിവാഹം എന്തായിരുന്നു? രാത്രിയിലായിരുന്നു. കല്യാണം എല്ലാം കഴിഞ്ഞു. യാക്കോബ് രാവിലെ എഴുന്നേറ്റ് ഭാര്യയെ നോക്കി. അന്നേരം ലൈറ്റ് തെളിഞ്ഞ പവർ കട്ടായിരുന്നു. സ്വോത്രം. നോക്കിയപ്പോഴിതാ കാണുന്നു, കണ്ണ് മങ്ങിയ ലേയ. മനസ്സിലാകുന്നവർക്കായി കണ്ണ് മങ്ങിയ അപ്പച്ചനെ പറ്റിച്ചപ്പോൾ സ്വർഗത്തിലെ ദൈവം താരതമ്യേന കണ്ണ് മങ്ങിയ ലേയ അവന് കൊടുത്തു. മലയാളം കൊടുത്താൽ കൊല്ലത്തല്ല ബാംഗ്ലൂരും കിട്ടും. മനസ്സിലാകുന്നവർക്കായി സ്വോത്രം. ഇന്ന് രാത്രി യാക്കോബ് പ്രീ ഡിഗ്രി എടുത്തോളായിരുന്നു. ലാബാൻ കുസാറ്റിന്ന് PhD എടുത്തവനായിരുന്നു. സ്വോത്രം. 7 വർഷം അവൻ നിന്നു. വീണ്ടും അമ്മായിയപ്പനുമായിട്ട് വഴക്കുണ്ടാക്കി. 7 വർഷം കഴിഞ്ഞപ്പോൾ റാഹേലിനെയും കിട്ടി. വീണ്ടും ഒരു 6 വർഷവും കൂടെ പോയി. 14-20 വർഷമായി. ബിൽഗാ ശില്പമായി. ഇപ്പം ഈ യാക്കോബിൻ നമ്മുടെ ലാബാൻ്റെ പിള്ളേരെല്ലാം കാനഡയിലും UK എല്ലാം പോയിരുന്ന. സ്വോത്രം. അമ്മാരിപ്പോൾ പഠിക്കാൻ നമ്മുടെ പിള്ളേർ ജമ്പൂരിൽ നിന്ന് പോയതാ. പിള്ളേർ ലീവിന് മടങ്ങി വന്നപ്പോൾ പെരിയ വെള്ളറടയിലൊന്ന് ചെന്ന് നോക്കി. ബാങ്കിലെ പൈസ മുഴുവൻ അടിച്ചിരിക്കുക. ആരാ? യാക്കോബ്. സ്വോത്രം. പിന്നെ അത് കഴിഞ്ഞ് കടകംപള്ളി ഭൂമി തട്ടിപ്പോലെ സകല പ്രമാണവും ഇവ അടിച്ചു മാറ്റി. മനസ്സിലാകുന്നവർക്കായി സ്വോത്രം. അപ്പോൾ പിള്ളേർക്ക് പിടികിട്ടി അവൻ ഉപായിയ. സ്വോത്രം. നമ്മുടെ ഗുണ്ടുകാട് കൊച്ചവൻ കാണിക്കുന്നില്ല, ഇടയ്ക്കിടയ്ക്ക് കൊച്ചു പിച്ചാത്തി കാണിച്ചപ്പോൾ യാക്കോബിന് പിടികിട്ടി ഇനി രക്ഷയില്ലെന്ന്. സ്വോത്രം. മനസ്സിലാകുന്നവർക്കായി. അമ്മായിയപ്പം ലാബാൻ്റെ മുഖം ഇപ്പം അങ്ങനെ ഇരിപ്പല്ലോ. അപ്പം കടന്തൽ കുത്തിയോലിരിക്കുക. സ്വോത്രം. ആ സമയത്ത് ലാബാൻ കളിയിൽ ആട് മേയ്ക്കാൻ പോയി. UK നിന്ന് വന്ന പിള്ളേർ ഊട്ടിയും കൊടൈക്കനാലും പോയി. സ്വോത്രം. 2 ഇന്നോവയായിട്ട് അവൻ എന്ത് ചെയ്തെന്നറിയാമോ? ഭാര്യമാരെ കുഞ്ഞുങ്ങളുമായിട്ട് യാത്രയായി. എവിടെ വന്നെന്നറിയാമോ? നേരെ യാബോക്ക് കടവിൽ. യാബോക്ക് കടവിൽ വന്നപ്പോൾ യവന് പാമയ്യ മക്കള്. പഴയ കാലമാണ്, അന്നാരുമില്ല. സ്വോത്രം. ആ സമയത്ത് അവിടെ വന്നപ്പോൾ ഒരു സംഭവമുണ്ട്. സമയം പോകുന്നതുകൊണ്ട് ഞാൻ തൊടുന്നില്ല. അവിടെ വന്നപ്പോൾ ആരോ പറഞ്ഞ് ഏശാവ് വരുന്നെന്ന്.
അപ്പം റാഗേലിനെ കൂടെ ചേർത്ത് നിർത്തി കാവ്യമാധവന കണ്ണ് മങ്ങിയ ലേയെ മുമ്പിൽ നിർത്തിയേക്കാ കുത്ത് കിട്ടുന്ന അവക്ക് കിട്ടട്ടെന്ന് സ്വോത്രം. എത്ര തരികിടയാണെന്നറിയാമോ യവൻ യാക്കോബ്, ചില്ലറക്കാരനല്ല സ്വോത്രം. അങ്ങനെ ഇരുന്നപ്പോൾ യവൻ അവിടെ വന്നു. പെങ്കൊച്ചുങ്ങളെ അക്കരെ കയറ്റിവിടാം യവന് പറ്റത്തില്ല. ഇന്നത്തെ കണക്ക് വണ്ടിയും വാഹനവും ഇല്ല, എല്ലാം കൂടെ അവിടെ നിൽക്കുക. യവൻ അവിടെ മുട്ടുമടക്കാൻ തുടങ്ങി. ആ നാളെ കുറവാ. സന്ധ്യയ്ക്കൊരു ദൂതൻ അവന് അതുവഴി വന്നു. ദൂതനെ കയറി പിടിച്ചു. മൽപ്പിടുത്തം നടന്നു. ഒരു ദിവസം മുഴുവൻ മൽപ്പിടുത്തം നടന്നു. അവസാനം അവൻ പറഞ്ഞൊരു കാര്യമുണ്ട്, എന്നെ അനുഗ്രഹിച്ചല്ലാതെ വിടത്തില്ല. ആ മൽപ്പിടുത്തത്തിനകത്ത് ദൂതൻ അവസാനം അവനോട് കേട്ടൊരു ചോദ്യമുണ്ട്, നിന്റെ പേരെന്താടാ മുഞ്ഞ്? അവൻ പറഞ്ഞു, എൻ്റെ പേര് യാക്കോബ്. ഇനിമേൽ നിന്റെ പേര് യാക്കോബ് എന്നല്ല, നിന്റെ പേര് ഇസ്രായേൽ. കരമുയർത്തുന്നവർക്കായി ഇതാ ഇസ്രായേൽ രാഷ്ട്രം. ഇന്നത്തെ രാഷ്ട്രീയക്കാർ ചർച്ച ചെയ്യുന്നല്ല. ഉൽപ്പത്തി 32:27 ബൈബിള് ദൂതനുമായിട്ട് മൽപ്പിടുത്തപ്പോൾ സ്വർഗം കൊടുത്ത പേരായി ഇസ്രായേൽ. മനസ്സിലാകുന്നവർക്കായി ഇനിയുള്ള കാര്യം മനസ്സിലാക്കണം. അതിനുശേഷം അവർ എവിടത്തേക്ക് വന്നു? വാഗ്ദത്ത കനാനിലേക്ക് വന്നു. യാക്കോബിന്റെ സന്തതിയായി ഒരുവനുണ്ടായിരുന്ന യോസഫ്. ചേട്ടന്മാർ അവനെ പൊട്ടക്കിണറ്റിലും പൊത്തിപ്പേറിന്റെ ഭവനത്തിലും അടിമച്ചന്തയിലും ഇട്ട് അവസാനം അവൻ ആരായി? മിസ്രൈമിൽ ഉപപ്രധാനമന്ത്രിയായി. അപ്പനെയും വീട്ടുകാരെയും അവിടെ കൊണ്ടുപോയി. മിസ്രൈം ജനത വലുതായി. അവസാനം പറവോന് പിടികിട്ടി. ഒരേ യൂതൻ 10 പേരെ തട്ടു. അതുകൊണ്ട് മിസ്രൈമിനകത്ത് പറവോന്റെ കരമിറങ്ങി ആൺകുട്ടികളെ മുഴുവൻ കൊല്ലുവാൻ. ആ കാലഘട്ടത്തിനകത്ത് അവരുടെ നിലവിളി ഞാൻ കണ്ടു, കഷ്ടത ഞാൻ കേട്ടു. പഴയ നിയമത്തിൽ ഒരു വിമോചകൻ കയറി. അവൻ്റെ പേരാ മോശ. മോശയാൽ ഇസ്രായേൽ ജനം ആദ്യത്തെ യാത്ര തുടങ്ങി ചെങ്കടൽ കടന്നു. പക്ഷേ അക്കരെ കയറില്ല. അതിനകത്ത് 2 പേരുണ്ടായിരുന്നു, യോശുവയും കാലേബും. അവർ മുന്തിരി വെട്ടിക്കൊണ്ട് ഇസ്രായേലിനകത്ത് മടങ്ങി വന്നു. അബ്രഹാം കാൽ ചവിട്ടിയ ദേശത്തേക്ക് വീണ്ടും അവർ മടങ്ങി വന്ന് ബൈബിളും ചരിത്രവും. ഇപ്പോൾ അവരൊരു ജാതിയായി മാറി. ജാതിയായപ്പോൾ ഒരു രാജാവിന് വേണമെന്ന് പറഞ്ഞു. ഒന്നാമത് ദൈവം ഒരു രാജാവിനെ കൊടുത്തു. അവൻ്റെ പേരെ കഴുതി അന്വേഷിച്ചു പോയ ശൗലിനെ ഇസ്രായേലിൽ 1ാമത്തെ രാജാവാക്കി. 2ാമതൊരുവൻ രാജാവായി. ശൗൽ 40 വർഷം കാട്ടിനകത്ത് കരമടിച്ച ദാവീദ് 40 വർഷം ഇസ്രായേലിന്റെ രാജാവായി. 3ാമത് വീണ്ടും ഒരുവൻ വന്ന് ശലോമോൻ. അവൻ 40 വർഷം ഭരിച്ചു. 4ാമത്തെ ഇസ്രായേലിന്റെ രാജാവായി രഹാബായാം. അക്കാലത്ത് ഇസ്രായേൽ 2ആയി വെട്ടിമുറിക്കപ്പെട്ടു. 1 ഇസ്രായേൽ, 2 യഹൂദിയ. ഇസ്രായേലിന്റെ തലസ്ഥാനം ശമരിയ, യഹൂദിയുടെ തലസ്ഥാനത്തിന്റെ പേരാ ജെറുസലേം. കരമുയർത്തുന്നവർക്കായി അന്തിമ യുദ്ധം ഇതിലേക്ക്. അതുകൊണ്ട് അന്നാളിൽ ജെറുസലേമിന്. ഇനി ബൈബിളിലേക്ക് 1948 മെയ് 14 ആദ്യ ദിവസം ഞാൻ പറഞ്ഞു, ഡേവിഡ് ബെൻഗൂറിയൻ കൊടി ഉയർത്തി. 22,160 കിലോമീറ്റർ ഇസ്രായേൽ, 6,750 പലസ്തീൻ, 374 ഗാസ. അതിൻ്റെ തൊട്ടടുത്തത് 673 കിലോമീറ്റർ ജെറുസലേം. 48 മെയ് 14 ഇസ്രായേലിന്റെ തലസ്ഥാനം ടെലവീവായിരുന്നു. ജെറുസലേം കൊടുത്തിട്ടില്ല. 1967 അറബ് ഇസ്രായേൽ വാർ. മനസ്സിലാകുന്നവർക്കായി 6 ദിന യുദ്ധത്തിൽ 7 അറബ് രാഷ്ട്രങ്ങൾ ഇസ്രായേലിനെതിരെ പദ്ധതി വെച്ചപ്പോൾ അവരെ തകർത്തുകൊണ്ട് 1967 കിഴക്കൻ ജെറുസലേം ഇസ്രായേലിന്റെ കയ്യിലായി. മനസ്സിലാകുന്നവർക്കായി 2ാമത്തെ പ്രവചനം. 1 ജെറുസലേം, 2 പരിഭ്രമപാത്രം. 3ാമത്തെ കാര്യം ഭാരമുള്ള കല്ല്. എല്ലാവരും മനസ്സിലാക്കണം, എന്താ ഭാരമുള്ള കല്ല്? ദാണ്ട് ട്രംപ് വന്നു, അവൻ വീണ്ടും വന്നിരിക്കുക. അതാണ് എൻ്റെ പ്രസംഗം. 2017 ഡിസംബർ മാസം 6-ാം തീയതി ട്രംപ് എന്തോ ചെയ്തു? ജെറുസലേമിനെ ഇസ്രായേലിന്റെ തലസ്ഥാനമാക്കി. ഭാരമുള്ള കല്ല്. മോഡി സാറും പുറകെ റെഡിയാക്കാൻ പോന്നു. ഇതാ നമ്മുടെ പ്രസംഗം. 2ാമത്തെ കാര്യം, ലോകം വിട്ടുനിന്നു. ട്രംപിന്റെ മകളുടെ പേരാ ഇവാങ്കലിൻ. അവളെ കെട്ടിയിരിക്കുന്ന ഒരു യഹൂദന ജാരേദ് കുഷർ. ഇവന്റെ വലങ്കയ്യ ഇന്നത്തെ എലോൺ മസ്ക്. ഇവരെല്ലാം ഒരുമിക്കുന്നവർ അന്തിമ യുദ്ധത്തിന്റെ വഴിയാ. 3ാമത്തെ കാര്യം, പ്രവചനത്തിന്റെ നിവർത്തിയായി. മനസ്സിലാക്കണം, ഇസ്രായേൽ ഇനി ജൂതരാഷ്ട്രം. ആർക്കും അവനോട് മത്സരിക്കാൻ പറ്റത്തില്ല. UN അകത്തവൻ കത്ത് കൊടുത്തു കഴിഞ്ഞു. ഇനി ജൂതരാഷ്ട്രം ആർക്കും. അപ്പോൾ 3ാമത്തെ പ്രവചനം നിവർത്തിയായി. 1 ജെറുസലേം, 2 പരിഭ്രമപാത്രം, 3 ഭാരമുള്ള കല്ല്. മനസ്സിലാകുന്നവർക്കായി ദൈവത്തെ വാഴ്ത്തുന്നു. അങ്ങനെയെങ്കിൽ ഈ ട്രംപും എലോൺ മസ്കും ഇന്നത്തെ ഇവരും അധികാരത്തിൽ വരുമ്പോൾ ഒരു സംഭവം നടക്കാൻ പോകുന്നു. 1 യഹൂദൻ ഒരാലയം, 2 ഇന്നത്തെ പശ്ചിമേഷ്യ കത്തുന്നതിൽ അവസാനം ഒരു വിഷയം അവർ കൊണ്ടുവിടും, ജെറുസലേം. മനസ്സിലാകുന്നവർക്കായി ഞാൻ ദൈവത്തെ വാഴ്ത്തുന്നു. എന്താ ജെറുസലേമിൻ്റെ പ്രത്യേകത? 15 കാര്യങ്ങളുണ്ട്, കേട്ടോണം. 1 ദാവീദിൻ്റെ പട്ടണം, 2 5000 വർഷം പഴക്കം, 3 ഇത് 3ാമത്തെ വിശുദ്ധ നാട്, 4 മക്കയും മദീനയും കഴിഞ്ഞാൽ അവരുടെ പുണ്യഭൂമി അൽ-അഖ്സ മസ്ജിദ് അവിടെയാണെന്ന് പറയുന്നു. 5 മുഹമ്മദ് നബി സ്വർഗാരോഹണം ചെയ്ത പാറ എവിടെയാണെന്ന് പറയുന്നത് തെറ്റാ. അബ്രഹാം ഇസഹാക്കിനെ യാഗം ചെയ്ത പാറയെ കാണിച്ചുകൊണ്ട് അതാ പറയുന്നത് ഡോം ഓഫ് ദ റോക്ക്. 6 യെരുശലേമിൻ്റെ പ്രത്യേകത, യേശുവിൻ്റെ ക്രൂശീകരണം. 7 യേശുവിൻ്റെ അമ്മ മറിയയുടെ കല്ലറ ഇവിടെ. 8 അടിമത്തക്കാരനായ യോസഫിൻ്റെ പട്ടണവും യേശുവിൻ്റെ കല്ലറ. 9 യേശു ക്രൂശ് ചുമന്ന കിദ്രോൻ തോട്. 10 അവൻ്റെ തൈലലേപനം നടത്തിയത് ഇതേ യെരുശലേമിൽ. 11 ലോകത്തിൽ ഏറ്റവും
ഏറ്റവും കൂടുതൽ യുദ്ധം നടന്ന സ്ഥലം. 12 60 പ്രാവശ്യം അടി, 13 21 പ്രാവശ്യം ജനം ഓടി, 14 40 പ്രാവശ്യം മുറിവേറ്റ്, 15 ഇന്ന് തകർന്ന ആലയം അവിടെ കിടക്കുന്നു യെരൂശലേമിൽ. ഇതിനു വേണ്ടിയ അന്തിമ യുദ്ധം. അതാ അതിനൊരു ഭാരമുള്ള കല്ലായി സ്വർഗം മാറ്റും. മനസ്സിലാകുന്നവർക്കായി ദൈവത്തെ വാഴ്ത്തുന്നു. അങ്ങനെയെങ്കിൽ ഇപ്പൊ 2 സംഭവം ഇവിടെ നടക്കുക. 1 കോവിഡ്, 2 പശ്ചിമേഷ്യ പുകയുന്നു. ദൈവമക്കളെ ഈ വചനം നിങ്ങൾ കേൾക്കണം. ഇതിനെ അടുത്ത സ്ഥലത്ത് പ്രസംഗിക്കത്തില്ല. നാളെ നെടുമങ്ങാട് മാർക്കറ്റ് വെളിപ്പാട് പുസ്തകം, നെടുമങ്ങാട് ചന്തയിൽ ഒറ്റ ദിവസം നാളെ വെളിപ്പാട് പ്രസംഗിച്ചുള്ളൂ. ഇതിൻ്റെ ബാക്കിയാണ്. എങ്ങനെയെങ്കിൽ ഇന്ന് രാത്രി നിങ്ങൾ കേൾക്കണം. കോവിഡിൻ്റെ മറവിൽ ഒരു സംഭവം നടക്കുന്നു. ഇസ്രയേലിൻ്റെ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹു പറഞ്ഞു, സകല യഹൂദന്മാർക്കും മടങ്ങി വരാം. എസെക്കേൽ പ്രവചനം 36:24. ബൈബിൾ എല്ലാവരും തുറന്നാട്ട് ഇനി കുഞ്ഞു വായിച്ച് സഹായിക്കുക. എല്ലാം പ്രവചനം. എസെക്കേൽ 36:24 മോള് വായിച്ച് സഹായിച്ചിട്ട്. ഞാൻ നിങ്ങളെ ജാതികളുടെ ഇടയിൽ നിന്ന് കൂട്ടി സകല ദേശങ്ങളിൽ നിന്നും നിങ്ങളെ ശേഖരിച്ച് ഞാൻ നിങ്ങളെ സകല ദേശങ്ങൾ, കൊച്ചി മട്ടാഞ്ചേരി മുതൽ ആഫ്രിക്കയിലുള്ള സകല ദേശങ്ങളിൽ നിന്ന് ശേഖരിച്ച് സ്വന്തം ദേശത്തേക്ക് വരുത്തും. കരമുയർത്തുന്നവർക്കായി. കഴിഞ്ഞ ദിവസം ഞാൻ എറണാകുളത്ത് വായ്പയില്ല പ്രസംഗിച്ച് അവിടുത്തെ ശൗരന്മാരനോട് പറഞ്ഞ്, പാസ്റ്റർ ഇനി മട്ടാഞ്ചേരി ബാബുച്ചേട്ടനെയുള്ള എല്ലാവരും പോയെന്ന്. സ്വോത്രം. ഞാൻ പറഞ്ഞു, ഇട്ടിട്ട് പോയ കാറോ വീടോ ഉണ്ടോ എന്ന് എനിക്ക് തന്നേക്കാം. മനസ്സിലാകുന്നവർക്കായി ദൈവത്തെ വാഴ്ത്തുന്നു. സ്വോത്രം. യഹൂദം വിറ്റിട്ടില്ല. സ്വോത്രം. മട്ടാഞ്ചേരി ബാബുച്ചേട്ടനുള്ള ആസാമിൽ നിന്ന് മണിപ്പൂരിൽ നിന്ന് എല്ലാം പോയി. ചെറുപ്പക്കാരെല്ലാം കേൾക്കണം. ഇസ്രയേലിൻ്റെ എയർപോർട്ട്, അതിൻ്റെ പേര് ടെൽ അവീവ്. അവിടെ ഒരു കൂടാരം, നമ്മുടെ ഹീലിംഗ് മിഷൻ വണ്ടി എന്നുള്ളൊരു കൂടാരം അവിടെ ശരിയാക്കി. റോഷ് ഹോസന്ന ഗ്രൂപ്പ് മടങ്ങി വരുന്ന യഹൂദനെ സ്വീകരിക്കുവാൻ ഇന്ന് ഇസ്രയേലിലെ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹു പറഞ്ഞ എന്തുവെന്നറിയാവോ? അപ്പൻ്റെ പേര് വേണ്ട, പാസ്പോർട്ടിനകത്ത് അമ്മയുടെ പേര് യഹൂദ സ്ത്രീയെങ്കിൽ നിങ്ങൾക്ക് മടങ്ങി വരാം. ദാവീദും ഗോലിയാത്തും ഏറ്റുമുട്ടിയ ഒരു താഴ്വരയുണ്ട്. ആ താഴ്വരയുടെ ഏലാ താഴ്വര. സൗദി അറേബ്യയുടെ അക്കരെ നിന്ന് നോക്കുമ്പോൾ അവിടെ ലൈറ്റ് കാണാം. ദാവീദും ഗോലിയാത്തും ഏറ്റുമുട്ടിയ താഴ്വര. അതിന് എലാത്ത് വാലി എന്ന് പറയുന്നു. ഇന്ന് ലൈഫ് മിഷൻ വെള്ളറുടെ വീട് പണിയുന്നത് പോലെ മടങ്ങി വരുന്ന യഹൂദന് വേണ്ടി വീടും പണിയുന്നു. ബൈബിളിന്റെ പ്രവചനം നിവർത്തിയായില്ലേ മക്കളെ? നിങ്ങളെ ഞാൻ ജാതികളുടെ ഇടയിൽ നിന്ന് കൂട്ടിവരുത്തി, സകല ദേശങ്ങളിൽ നിന്ന് മടക്കി വരുത്തി, ഇസ്രായേൽ ദേശം പൂർണ്ണമായി നിങ്ങളുടെ കൈകളിൽ തരും. അന്തിമ ദിനത്തിന്റെ ചാലുകൾ. ഇന്നത്തെ പത്രവാർത്ത. അത് കഴിഞ്ഞിട്ട് അടുത്തത് ലൈവ് കൊടുക്കുന്ന ജേക്കബ് ബ്രദറും കൊടുക്കണം. അജിയും കേട്ടോണോ? അടയാളങ്ങളുടെ അവസാനം. ഇതൊരു അന്ത്യദിനത്തിലേക്ക് വരും. അടയാളങ്ങളുടെ അവസാനം. അടുത്തത് ദാനിയേലിന്റെ 70 ആഴ്ചവട്ടമുണ്ട്. പ്രസംഗിക്കാൻ നമുക്ക് സമയമില്ല. അവസാന ശബത്ത്, അവൻ്റെ ആഴ്ച ശനിയാഴ്ച അവസാന ശബത്ത് ആചരിക്കാൻ യഹൂദൻ ഒരുങ്ങുന്നു. അത് കഴിഞ്ഞിട്ട് അടുത്തത് ദാ കിടക്കുന്നു, യോബേൽ സംവത്സരം. അതാ ബെഞ്ചമിൻ നെതന്യാഹു പറഞ്ഞു, നമ്മുടെ പഴയ പ്രതാപത്തിലേക്ക് ഇസ്രായേൽ മടങ്ങി വരാം. അബ്രഹാമിന്റെ കാലത്തെ കണക്ക്. അതുവരെ കാര്യം ശരിയായിരിക്കുന്നു. ലൈവിൽ യോബേൽ സംവത്സരം. അതിനാസ്പദമായി യഹൂദൻ മടങ്ങി വരുന്നു.